എല്ലാവരും ഉടനെ തന്നെ ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. അപ്പം തൽക്കാലം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജെയിംസ് സാറിന് ആയാലും ഈ സമയത്ത് അവൈലബിൾ ആയതിന് നന്ദി. നമുക്ക് പ്രത്യേകിച്ച് ഇൻട്രഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ജെയിംസ് സാറിന്. നമുക്ക് ഈ ഒരു സമയത്ത് കാര്യങ്ങൾ സംസാരിക്കാനും ഡിസ്കസ് ചെയ്യാനും ഒക്കെ ആയിട്ട് നമുക്ക് ഉത്സാഹിക്കാം. സാറിനെ ദൈവം സഹായിക്കട്ടെ. രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് കിട്ടിയിരിക്കുന്നത് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് അറിയാവുന്ന പോലെ നമ്മുടെ ദൈവരാജ്യം എന്നുള്ളൊരു ഒരു ഒരു ടോപ്പിക്കിലാണ് നമ്മൾ കൂടുതലൊരു ശ്രദ്ധ കൊടുത്തിരിക്കുന്നത്. അപ്പം ദൈവരാജ്യം എന്നുള്ള ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അതിനപ്പുറത്തോട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഈ ഒരു നമുക്ക് 1 hour ടൈമാണ്. 5:30 to 6:30 ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനപ്പുറത്തോട്ട് അതിനുള്ളിൽ വേറെ ക്വസ്റ്റ്യൻസ് വരുവാണെന്നെങ്കിൽ നമുക്ക് വേറെ ഈ ദൈവരാജ്യവുമായിട്ട് ബന്ധപ്പെട്ട വേറെ ക്വസ്റ്റ്യൻസ് ഇല്ല. വേറെ ക്വസ്റ്റ്യൻ അതിൻ്റെ വെളിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ നമുക്ക് ആ, എടുക്കുന്നത് കുഴപ്പമില്ലല്ലോ അച്ഛൻ സാറേ? ഇല്ല ഇല്ല ഇല്ല, കുഴപ്പമില്ല. ആ, കുഴപ്പമില്ല. അപ്പം ഒരു ക്വസ്റ്റ്യൻ വന്നത് ഇതായിരുന്നു. 1 Corinthians 4:20 ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലാന്നുള്ള 1 Corinthians 4:20 Yeah. ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്രേ ആകുന്നു. ആ. അപ്പം എന്താണ് ഇത് ഉദ്ദേശിക്കുന്നുള്ളതായിരുന്നു ഒരു ക്വസ്റ്റ്യൻ വന്നത്. ഒന്ന് Corinthians ഒന്ന് 4:20. 4:20. 20. ഓക്കെ. എൻ്റെ കയ്യിൽ എൻ്റെ മലയാളം ബൈബിൾ അങ്ങ് അരിസോണയിലെത്തി. ഇങ്ങനെ പാക്ക് ചെയ്ത വഴിക്ക് ബൈ മിസ്റ്റേക്ക് അതങ്ങ് പോയി. എൻ്റെ ഇംഗ്ലീഷ് ബൈബിളാണ് ഉള്ളത്. ആ, ആ, മലയാളം ആണ് ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത്. മലയാളമാണ്, ഇംഗ്ലീഷ് റെഫറൻസിനുണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതാണുള്ളത്. അന്നേരം അതാണ് ആ, ഞാനിപ്പോൾ യൂസ് നോ ചെയ്യുന്നത്. പ്രോബ്ലം. എന്തായാലും എൻ്റെ ഓർമ്മയിൽ ആ, നിന്ന് മലയാളം പറയേണ്ടി വരും അന്നേരം. ആ, ആ. ആ, ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1 Corinthians 4-ാമത്തെ അധ്യായത്തില് പൗലോസ് ആ, പൗലോസ് ദൈവത്തിന്റെ ദാസനാണ് എന്നുള്ളതിനെ പറ്റി ആ, പറയുകയാണ്. അതിനെപ്പറ്റി പറയുന്ന സമയത്താണ് ഈ പറഞ്ഞ അവസാനം ഈ ചാപ്റ്ററിന്റെ കൺക്ലൂഷനിൽ വരുമ്പോഴാണ് പറഞ്ഞിരിക്കുന്നത്, ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് നോട്ട് ഇൻ വേർഡ്സ് ബട്ട് പവർ. വാട്ട് യു ഡിസയർ then I come to you with rod or with love or the spirit of gentleness. ഉം, ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പൗലോസിന്റെ മുകളിൽ ഉള്ള വാക്ക് ഇതിൽ പറയുന്നുണ്ട്. പൗലോസിന്റെ വാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സംസാരിക്കുമ്പോൾ പൗലോസ് വീക്കാണ്, എഴുതുമ്പോഴാണ് പൗലോസ് സ്ട്രോങ് ആണ് എന്നുള്ള കാര്യങ്ങൾ മുകളിൽ പറയുന്നുണ്ട്. മുകളിലത്തെ വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അന്നേരം അവിടെ പൗലോസ് പറയുന്നത്, ഇവിടെ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വചനം എന്ന് പറയുമ്പോൾ ദൈവവചനം എന്നുള്ള അർത്ഥത്തിലല്ല ഈ വചനം എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത്. അന്നേരം ചിലപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദൈവവചനം ചുമ്മാ സംസാരിച്ചാൽ പോരാ, എന്തോ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഓടെയാണോ സംസാരിക്കേണ്ടത് എന്നുള്ളതാണ് ആ ചോദ്യത്തിൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത് വെറുതെ സംസാരിക്കുന്ന വാക്കുകളല്ല, മറിച്ച് ദൈവവചനത്തിന് അതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ ശക്തിയുണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് പൗലോസ് ഇത് പറഞ്ഞിരിക്കുന്നത്. കാരണം റോമാലയനത്തിൽ പറയുന്നുണ്ടല്ലോ, സുവിശേഷം എന്നുള്ളത് ദൈവത്തിൻ്റെ ശക്തിയാണെന്നുള്ളത്. അന്നേരം അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് കിങ്ഡം ഓഫ് ഗോഡ് ഈസ് നോട്ട് ഇൻ വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും വാക്കുകളിലുള്ള കാര്യമല്ല ദൈവരാജ്യം. ദൈവരാജ്യം എന്നത് അത് അതിൻ്റെ ശക്തിയോടുകൂടി വരുന്ന കാര്യമാണെന്നുള്ളത്. കാരണം ഈ ദൈവരാജ്യം പറയുന്നിടത്തെല്ലാം പവർ എന്നുള്ള വാക്ക് നമ്മൾ കാണാനായിട്ട് കഴിയും. ഈ യേശു ക്രിസ്തു പറയുമ്പോഴും ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് നിങ്ങൾ കാണുമെന്ന് പറയുന്നുണ്ട്. ഭൂതങ്ങളെ പുറത്താക്കുന്ന പറയുന്നുണ്ട്. ഈ ദൈവരാജ്യം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്ക് വന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അന്നേരം ദൈവരാജ്യം, കിങ്ഡം ഓഫ് ഗോഡ് പ്രീച്ച് ചെയ്യുന്നിടത്തെല്ലാം, ഇല്ലെങ്കിൽ കിങ്ഡം ഓഫ് ഗോഡ് വർക്ക് ചെയ്യുന്നിടത്തെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ് ദൈവരാജ്യം വർക്ക് ചെയ്യുന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വെറും വാക്കുകളല്ല എന്നുള്ളതാണ് അവിടെ പറയുന്നതിൻ്റെ അർത്ഥം. ക്ലിയർ ആയോ ഞാൻ ഓക്കെ. പറഞ്ഞത്? അതോ അത് ക്ലിയർ ആണ്. യാ? ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. മറ്റൊരു ക്വസ്റ്റ്യൻ വന്നത്,
ഇതിന്റെ ആ, മേളിലത്തെ വാക്യം എനിക്ക് ഞാൻ പറഞ്ഞില്ല, മലയാളത്തിൽ അത് വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ 19ാമത്തെ വാക്യം മുതൽ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ബട്ട് ഐ വിൽ കം ടു യു സൂൺ ഇഫ് ലോർഡ് വിൽസ് ആൻഡ് ഐ ഷാൽ ഫൈൻഡ് ഇറ്റ് ഔട്ട്, നോട്ട് ദ വേർഡ്സ് ഓഫ് ദോസ് ഹു ആർ അറഗൻ ബട്ട് ദർ പവർ. അന്നേരം പൗലോസ് പറയുന്നത് ഈ ചുമ്മാതെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, വാക്കുകൾ മാത്രം പറയുന്ന ആൾക്കാരുണ്ട്. പൗലോസ് പറഞ്ഞിരിക്കുന്ന ഈ പറയുന്നത് വാക്കുകളല്ല, വാക്കുകളെ കൂടുതൽ, ഇല്ലെങ്കിൽ വാക്കുകളുടെ പുറകിൽ ദൈവത്തിൻ്റെ ശക്തി ഉണ്ടോ എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. എന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ദൈവരാജ്യം വാക്കുകളിലല്ല, വചനത്തിലല്ല എന്നുള്ള, ദൈവവചനം എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞിരിക്കുന്നത്, വാക്കുകളിലല്ല ശക്തിയിലാണെന്നുള്ളത്. കാരണം ചില ആൾക്കാർ അവിടെ പൗലോസിൻ്റെ അതോറിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നവരുണ്ട്. ചില ആൾക്കാർ അവർ അപ്പോസ്റ്റലന്മാരാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ പുറകിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടോ എന്നുള്ളത് ഞാൻ അന്വേഷിക്കും. എനിക്ക് അതാണ് കാണേണ്ടത് എന്നാണ് മേളത്തെ വാക്യം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അന്നേരം അതിനായിട്ട് തുടർന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ദൈവരാജ്യം എന്ന് പറയുന്നത് വെറുതെ കുറേ വാക്കുകൾ പറയുന്ന കാര്യമല്ല. അതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അതോറിറ്റി ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ അതിൽ കൂടിയാണ് അത് വെളിപ്പെടുന്നതാണ് പറയുന്നതിൻ്റെ അർത്ഥം. ഓക്കെ സാർ, അത് ക്ലിയർ ആണ്. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ വന്നത്, ആം, ഈ മത്തായിയുടെ സുവിശേഷം 13:52 Yeah. അവൻ അവരോട്, അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായിത്തീർന്ന ഏതൊരു ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന വീട്ടുടയവനോട് സദൃശനാകുന്നു എന്ന് പറയുന്നു. അപ്പം അത് മാത്യു എന്താണെന്നുള്ളതായിരുന്നു 13-ന്റെ മാത്യു 13:52. 13:52. Okay. 13:52, sorry. Yeah. പറഞ്ഞു. ഓക്കെ. ആ, അതിനകത്ത് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് സ്വർഗരാജ് അത് ഇതെല്ലാം ഗ്രഹിച്ചു എന്നതിന് അവർ ഉവ്വ് എന്ന് പറഞ്ഞു. അവൻ അവരോട്, അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏതൊരു ശാസ്ത്രിയും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശനാകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഈ പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്നത് എന്നുള്ളതായിരുന്നു ചോദ്യം. ഈ മാത്യു ചാപ്റ്റർ 13 ഫുള്ള് എനിക്ക് തോന്നുന്നു യേശു ക്രിസ്തുവിന്റെ കിങ്ഡം പാരബിൾസ് ആണ് അല്ലേ, അതിൻ്റെ അതെ അതെ. തുടങ്ങുന്നത്. അന്നേരം ദൈവരാജ്യത്തെ പറ്റിയുള്ള പല പല ഉപമകളാണ് ആ പറയുന്നത് മുഴുവൻ. ഈ മുകളിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന ഉപമകൾ പ്രസ്താവിക്കുന്നതും അതിൽ നിന്നെല്ലാം പറഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം അത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഉപമകളിൽ ഈ പലതും കർത്താവ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അന്നേരം ഇതിന് നമ്മളുടെ ഒരു അഭിപ്രായമാണ് ഇത് പറയുന്നത്, ഇതിൽ മുകളിൽ നിന്ന് പറഞ്ഞ് മനസ്സിലാവുന്നത്. അന്നേരം ഇതിന് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഈ ദൈവരാജ്യത്തിലെ ശിഷ്യനായ, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിന് കിങ്ഡം ഓഫ് ഗോഡ് ഓർ കിങ്ഡം ഓഫ് ഹെവൻ, രണ്ടും ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. ദൈവരാജ്യത്തിൽ ശിഷ്യനായ ഒരു വ്യക്തി, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഈ പഴയതും പുതിയതും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്ന പഴയ ഉടമ്പടിയിൽ നിന്നും പുതിയ ഉടമ്പടിയിൽ നിന്നും, ഇല്ലെങ്കിൽ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും രണ്ടിൽ നിന്നും എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കഴിയുന്ന അതാണ് ശാസ്ത്രി എന്ന് പറയുന്ന മൂലം പറയുന്നുള്ളൂ. ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും, ശാസ്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ ഓഫ് വേർഡ് ഓഫ് ഗോഡ് ആണ്. ആ ടീച്ച് ചെയ്യുന്ന ആൾക്ക് രണ്ടിൽ നിന്നും എടുത്ത് ബാക്കിയുള്ളവരെ സെർവ് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു വ്യക്തിയായി തീരണമെന്നാണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നതാണ് എനിക്ക് മനസ്സിലാകുന്നത് വായനയിൽ നിന്ന്. കാരണം അവിടെ ദൈവരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏതൊരു വ്യക്തിയും എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ദൈവരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശനാകുമെന്ന് പറയും. ഓക്കെ സാറ്, മറ്റൊരു ക്വസ്റ്റ്യൻ വന്നത് ദൈവരാജ്യത്തിന്റെ സ്റ്റാർട്ടിങ്, അതായത് കർത്താവിന്റെ വരവിന് ശേഷം ദൈവരാജ്യം സ്ഥാപിതമായത് എപ്പോഴാണെന്നുള്ളതായിരുന്നു. അതായത് അപ്പം യേശുവിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ രാജ്യത്വം ഉണ്ടായിരുന്നു. പക്ഷെ മനുഷ്യൻ പാപത്തിൽ വീണ ശേഷം ആ മനുഷ്യരുടെ ഉള്ളിൽ ദൈവരാജ്യം സ്ഥാപിതമായത് കർത്താവ് വന്നപ്പം പറഞ്ഞു സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുക എന്നുള്ളതായിരുന്നു. അപ്പൊ സ്ഥാപിതമായത് എപ്പോഴാണ് എന്നുള്ളത്, അത് കർത്താവിന്റെ ക്രൂശുമരണ
മരണത്തോടാണോ അതോ പുനരുത്ഥാനത്തിൻ്റെ സമയത്താണോ എന്നുള്ളതായിരുന്നു മറ്റൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൽ അതോ നമ്മൾ ഈ പെന്തക്കോസ്ത്. കിങ്ഡം ഓഫ് ഗോഡ് എന്നുള്ള പദം നമ്മൾ പഴയ നിയമത്തിൽ എവിടെയും എൻ്റെ ഒരു അറിവിൽ ഇല്ല, അങ്ങനെ ഒരു വാക്കില്ല പഴയ നിയമത്തിൽ. കിങ്ഡം ഓഫ് ഗോഡ് എന്നുള്ള വാക്ക് നമുക്ക് കാണാൻ കഴിയത്തില്ല. ഇതൊരു ന്യൂ ടെസ്റ്റ്മെന്റിലാണ്. അന്നേരം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ ശരിക്കും പഴയ നിയമത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് വീഴ്ച വന്നതിന് ശേഷം ഒരു കിങ്ഡം ഓഫ് ഗോഡ് ദൈവത്തിന് സ്ഥാപിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇത് കിങ്ഡം ഓഫ് ഗോഡ് ഉം. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അത് ദൈവം റൂൾ ചെയ്യുന്നൊരു അവസ്ഥയാണ് എവിടെയാണെങ്കിലും. അത് ശരിക്കും ദ കിങ്ഡം ഓഫ് ഗോഡ് ആദത്തിലായിരുന്നു ദൈവത്തിന്റെ റൂളിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നമുക്കൊരു വാക്ക് കാണാൻ കഴിയത്തില്ലെങ്കിലും കിങ്ഡം ഓഫ് ഗോഡ് ഉൽപ്പത്തിയിൽ ഏതെങ്കിലും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. കാരണം കംപ്ലീറ്റ്ലി ദൈവത്തിന്റെ അതോറിറ്റിയുടെ അണ്ടറിലായിരുന്നു മനുഷ്യൻ. ഉം. വീഴ്ച വന്നതിന് ശേഷം മനുഷ്യൻ ദൈവത്തിന്റെ അധികാരത്തിന്റെ കീഴിലോട്ട് മനുഷ്യന് വരാനായിട്ട് കഴിയത്തില്ല. കാരണം അത് റോമാലേഖനത്തിലും പറയുന്നുണ്ട്, മനുഷ്യന്റെ ഉള്ളിലുള്ള ആ പാപ സ്വഭാവം ദൈവത്തിന്റെ പ്രമാണങ്ങളോട് എതിർത്ത് നിൽക്കുന്നതാണ്. ദൈവത്തിന് കീഴടങ്ങാനായിട്ട് അവന് കഴിയത്തില്ല. അന്നേരം അങ്ങനെ ഒരു അവസ്ഥ പഴയ നിയമത്തിലെങ്ങും ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു ദൈവരാജ്യത്തെ പറ്റിയുള്ള ഒരു പ്രസംഗമോ ദൈവരാജ്യമോ എന്നുള്ള വാക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ പഴയ നിയമ പുസ്തകങ്ങളിൽ കാണുന്നില്ല. ഉം. കിങ്ഡം ഓഫ് ഗോഡ് എന്നുള്ള വാക്ക് ആദ്യം നമ്മൾ കാണുന്നത് യോഹന്നാനാണ് പ്രസംഗിച്ചുകൊണ്ട് വരുന്നത്. ഉം. യോഹന്നാൻ പറയുന്നത് ദൈവരാജ്യം സമീപിച്ചിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ഉം. നിയർ എന്നുള്ളതാണ് പറയുന്നത്. യേശുക്രിസ്തുവാണ് പിന്നെ അത് ഒരു ബാറ്റൺ കൈമാറുന്ന പോലെ അടുത്ത് യോഹന്നാൻ അവിടെ ക്ലിയർ ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ യോഹന്നാന്റെ മരണശേഷം എന്ന് പറഞ്ഞിട്ടാണ് അതെ. പറയുന്നിരിക്കുന്നത്. യേശുക്രിസ്തു അതേ മെസ്സേജാണ് പറയുന്നത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്നത്. അന്നേരം അപ്പോഴും ദൈവരാജ്യ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് നിയർ എന്നുള്ളതാണ്. അതിലേക്ക് എൻ്റർ ചെയ്യാനുള്ള കണ്ടീഷനാണ് മാനസാന്തരപ്പെടും എന്നുള്ള കാര്യം. ഉം. ഉം. മുമ്പോട്ട് പോകുമ്പോൾ യേശുക്രിസ്തു ഈ 70 ശിഷ്യന്മാരെ പറഞ്ഞു വിടുമ്പോഴും അവിടെ അവരുടെ അടുത്ത് കൊടുക്കുന്ന മെസ്സേജ് കിങ്ഡം ഓഫ് ഗോഡ് ഈസ് നിയർ എന്നുള്ളതാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പം അവിടെ യേശുക്രിസ്തു പറയുന്നുണ്ട്, 17-ന്റെ 20 വാക്യത്തിൽ, the kingdom of God is not coming with signs that can be observed, nor will they say, look here it is, look there it is, for behold, the kingdom of God is in your midst. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയെന്നും ചില ട്രാൻസ്ലേഷനിൽ ദൈവരാജ്യം നിങ്ങളിൽ തന്നെയെന്നുമാണ് അവിടെ പറയുന്നതിൻ്റെ ഒരു ചില ട്രാൻസ്ലേഷൻസ് രണ്ടും ഏകദേശം ഒരേ അർത്ഥമാണ്. വായിക്കണോ സാറോ മലയാളം? മലയാളം ഒന്ന് വായിക്കും, 20-ാമത്തെ വാക്യം. ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന് പരീശന്മാർ ചോദിച്ചതിന് ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്, ആ, ഇതാ. അതാണ് 20-ാമത്തെ വാക്യം. ആ ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന് പരീശന്മാർ ചോദിച്ചതിന് ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്, ഇതാ ഇവിടെ എന്നും അതാ അവിടെ എന്നും പറയുകയും ഇല്ല, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ദൈവരാജ്യം ഇടയിൽ തന്നെ. എനിക്കൊന്ന് വേറെ ചില ട്രാൻസ്ലേഷൻ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ഇൻസൈഡ് യു എന്നാണ്. അന്നേരം ആ. അവിടേക്ക് വരുമ്പോഴേക്കും യേശുക്രിസ്തു കുറച്ചുകൂടി ക്ലിയർ ആവുന്നുണ്ട്. ഇവരുടെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലിറ്ററൽ കിങ്ഡം വരുന്നതിനെ പറ്റിയാണ് ഇവരുടെ ചോദ്യം. കാരണം ദൈവരാജ്യം എന്നുള്ള വാക്ക് അവർ മനസ്സിലാക്കിയിരിക്കുന്നത് ദൈവം റൂൾ ചെയ്യുന്ന ഒരു ലിറ്ററൽ കിങ്ഡത്തിനെ പറ്റിയാണ്. അന്നേരം യേശുക്രിസ്തു അവിടെ പറയാണ്, അങ്ങനത്തെ ഒരു ലിറ്ററൽ കിങ്ഡം അല്ല ആ, വരുന്ന അവിടെ. എത്രാമത്തെ 20-ാമത്തെ ഞാൻ എൻ്റെ മൊബൈലിൽ നമ്പാക്കിയാണ്. 20. അന്നേരം ഇവിടെ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ കാണപ്പെടുന്ന പോലെയല്ല ദൈവരാജ്യം. അന്നേരം അവിടെ യേശുക്രിസ്തു ക്ലിയർ ആക്കാണ് ദൈവരാജ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തിയുടെ ഉള്ളിലാണ് എന്നുള്ളതിനെ പറ്റി ഒരു ക്ലാരിറ്റി കൊടുക്കുന്നുണ്ട്. പിന്നീട് ദൈവരാജ്യം എന്നുള്ള വാക്ക് നമ്മൾ കാണുന്ന ഈ ലൂക്കോസിന്റെ സുവിശേഷം അവസാനിക്കുമ്പം യേശുക്രിസ്തു 40 ദിവസം ഇവരുടെ അടുത്ത് അവരെ പഠിപ്പിച്ചത്, ഈ ശിഷ്യന്മാരെ മാത്രം പഠിപ്പിച്ചത് ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങളെ പറ്റിയാണ് പഠിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ ആക്സിലോട്ടാണ് കയറുന്നത്. ആക്സിലോട്ട് കയറുമ്പോൾ നമ്മൾ കാണുമ്പോൾ വീണ്ടും ഇവരുടെ ഒരു ചോദ്യമുണ്ട് ദൈവരാജ്യത്തെ പറ്റിയുള്ളത്. ആക്സ് അതിൻ്റെ അതിൽ പരിശുദ്ധാത്മ സ്നാനത്തിനെ പറ്റി പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഇതേ ചോദ്യം ഇവർ ചോദിക്കുന്നുണ്ട് 6-ാമത്തെ വാക്യം. സോ വെൻ ദേ ഹാഡ് കം ടുഗദർ ദേ ബിഗാൻ ആസ്കിങ് ഹിം, ലോർഡ് ഈസ് ഇറ്റ് ദിസ് ടൈം യു ആർ റെസ്റ്റോറിങ് ദ കിങ്ഡം ടു ഇസ്രായേൽ. അന്നേരം ഇവരുടെ മനസ്സിലുള്ള ചോദ്യം, ശാസ്ത്രിമാരുടെയും ചോദ്യം, ശിഷ്യന്മാരുടെ എല്ലാം ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിങ്ഡം ഇസ്രായേലിൽ സ്ഥാപിക്കുന്നു എന്നുള്ളതാണ്, ഒരു ലിറ്ററൽ കിങ്ഡമാണ്. അന്നേരം ഇവിടെ വീണ്ടും ഈ ദൈവരാജ്യം ശക്തിയിലാണ് എന്നുള്ള അതേ കാര്യം യേശു ക്രിസ്തു പറയുന്നുണ്ട്. ഈ
കർത്താവിൻ്റെ അങ്ങനത്തെ ലിറ്ററൽ കിങ്ഡം സ്ഥാപിക്കുന്നതിനെ പറ്റിയുള്ള സമയം നിങ്ങളുടെ അതോറിറ്റിയിലുള്ളതല്ല എന്ന് പറഞ്ഞിട്ട്, ബട്ട് യു വിൽ റിസീവ് പവർ ഫ്രം ദ ഹോളി സ്പിരിറ്റ് ദാറ്റ് കംസ് അപ്പോൺ യു യു ഷാൽ ബി മൈ വിറ്റ്നസ് ഇൻ ജെറുസലേം ആൻഡ് ഇൻ ജൂഡിയ സമരിയ ആൻഡ് ആസ് ഫാർ as ദ റിമോട്ട് പാർട്ട് ഓഫ് ദി എർത്ത് എന്ന് പറയുന്നത്. ഇതിവിടെ ഇത് എല്ലാം ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത്, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വന്ന് അവനെ ബാപ്റ്റൈസ് ചെയ്യുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ രാജ്യം അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുള്ളതാണ്. അത് യേശുക്രിസ്തുവിൻ്റെ മരണപുനരുത്ഥാനം വരെ സാധ്യമായിരുന്നില്ല എന്നുള്ളതാണ് സുവിശേഷം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്നത്. കാരണം അതുകൊണ്ടാണ് കിങ്ഡം ഓഫ് ഗോഡ് ഇസ് നിയർ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അടുത്തിരുത്തിരിക്കുന്നു, അടുത്തിരിക്കുന്നു. അന്നേരം പഴയ നിയമത്തിൽ അങ്ങനെ ഒരു വാക്ക്, ഒരു സംഭവമേ ഇല്ല. യോഹന്നാൻ സ്നാപകൻ തൊട്ട് അത് അടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. ആക്സ് തൊട്ട് നമുക്ക് മനസ്സിലാവുന്നത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വന്ന് ദൈവരാജ്യം സ്ഥാപിക്കുന്നുണ്ട്. കാരണം പിന്നീടുള്ള ഒറ്റ പ്രസംഗത്തിലും അവർ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുന്നതേ ഇല്ല. സുവിശേഷങ്ങളിലെല്ലാം പ്രസംഗം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുള്ളായിരുന്നു. അപ്പോസ്തല പ്രവൃത്തിയിൽ തുടങ്ങി പിന്നെ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്ന ഒരു വാക്കേ കാണാനായിട്ട് കഴിയത്തില്ല. ഇന്നും നമുക്ക് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയാനായിട്ട് കഴിയത്തില്ല. കാരണം അത് പുതിയ നിയമത്തിലെ ഒരു മെസ്സേജ് അല്ല. പുതിയ നിയമത്തിലെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ പുതിയ നിയമ സന്ദേശം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ളതല്ല, വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ രാജ്യം സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ടാണ് റോമാലയനത്തിലേക്ക് വരും പറഞ്ഞ് ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ ഉള്ള സന്തോഷം മാത്രമേ എന്നുള്ളത്. ഇതിന് പരിശുദ്ധാത്മ ശക്തിയിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ ബാപ്റ്റൈസ് ചെയ്ത് ആ വ്യക്തിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആ വ്യക്തി ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ കിങ്ഡം ഓഫ് ഗോഡിലേക്ക് കയറുകയാണ്. കിങ്ഡം ഓഫ് ഗോഡ് അയാളുടെ ഉള്ളിൽ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യണം. ആക്സിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. യേശുക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനത്തോടു കൂടി. ഇതാണ് കർത്താവ് വേറെ രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേൽക്കാതെ തേജസ്കരിക്കപ്പെടാതെ പരിശുദ്ധാത്മാവ് വരികയില്ല എന്നെല്ലാം പറയുന്നതിൻ്റെ അർത്ഥം ദൈവരാജ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഒരു വ്യക്തി വിശ്വസിക്കുമ്പോഴും അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്സിൽ ആണ് കിങ്ഡം ഓഫ് ഗോഡ് ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് വരികയും ദൈവരാജ്യം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു സ്പിരിച്വൽ കിങ്ഡം എന്ന് പറഞ്ഞാൽ ദൈവസഭയാണ്. രക്ഷിക്കപ്പെട്ട വ്യക്തികൾ കൂടി വരുന്നിടത്ത് അവിടെയും ദൈവം അവരുടെ മധ്യത്തിൽ ഉള്ളതുകൊണ്ട് അതും ദൈവരാജ്യമാണെന്ന് പറയാം. അപ്പം നമ്മള് പെന്തക്കോസ്റ്റിന്റെ ദിവസം മുതലെന്നുള്ള ലെവലിൽ ചിന്തിക്കായിരിക്കും അല്ലേ? അതൊരു ഹിസ്റ്റോറിക് ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവരാജ്യം ഭൂമിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, സ്പിരിച്വൽ കിങ്ഡം സ്റ്റാർട്ട് ചെയ്യുന്നത് പെന്തക്കോസ്റ്റ് നാൾ മുതലാണ്. ആർക്കെങ്കിലും ഇതിനോട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാനോ വല്ലതും ഉണ്ടോ? ഇതുവരെ ചോദിച്ചതിൽ നിന്ന് എന്തെങ്കിലും? ഓക്കെ. മറ്റൊരു ക്വസ്റ്റ്യൻ വന്നത് മത്തായി 13:13 രണ്ടാമത്തെ ഉപമയില് അവിടെ ദൈവത്തിന്റെ മക്കളെന്നും ദുഷ്ടന്റെ മക്കളെന്നും പറയുന്നുണ്ടല്ലോ. അപ്പൊ അത് കർത്താവ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ? മത്തായി 13:20 18 അല്ല, സോറി 18 അല്ല, 24. അപ്പോൾ അവിടെ പറയുന്നു, മറ്റൊരു ഉമ്മ പറഞ്ഞു അവർക്ക് പറഞ്ഞു കൊടുത്തു, സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശമാകുന്നു. അതിന്റെ എക്സ്പ്ലനേഷൻ പറയുന്നുണ്ടല്ലോ. അതിന്റെ 37 നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, വയലിൽ ലോകം. നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ, കള ദുഷ്ടന്റെ പുത്രന്മാർ. അത് വിതച്ചത് പിശാച്. അപ്പം നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാരും കള ദുഷ്ടന്റെ പുത്രന്മാരുമാണ് എന്നാണ് പറയുന്നത്. അപ്പം വയലിൽ ലോകം. അപ്പൊ ഇവിടെ ചോദ്യം ഇതായിരുന്നു, എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കളാണല്ലോ എന്നുള്ളതാണ്. അപ്പം ഈ ദുഷ്ടന്റെ പുത്രന്മാരെന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നുള്ളതായിരുന്നു ചോദ്യം. മനുഷ്യരെല്ലാം ദൈവത്തിന്റെ മക്കളെന്നുള്ളൊരു അന്നേരം ആ ചോദ്യം എന്താണ്? ചോദ്യം ഒന്നുകൂടെ ക്ലിയർ ആക്കാം. എന്തോ ചോദ്യം എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കളെന്നുള്ള ദൈവത്തിന്റെ മക്കളാണെന്നാണല്ലോ പറയുന്നത്. അപ്പം ഇതിനകത്ത് ദുഷ്ടന്റെ മക്കൾ എന്ന് പറയുമ്പം അത് മനുഷ്യർ തന്നെ ആണോ അതോ പിശാചുക്കളാണോ എന്നുള്ളൊരു
ചിന്തയാണ്. ഓക്കെ ഓക്കെ ഓക്കെ, അതാണ് ചോദ്യം. അന്നേരം ഇത് അല്ല, അവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാം മനുഷ്യരെ പറ്റി തന്നെയാണ്. അവിടെ ആ, ക്ലിയർ ആണ് അതിന്റെ എക്സ്പ്ലനേഷൻ. ഇപ്പം കർത്താവ് എക്സ്പ്ലെയിൻ ചെയ്ത രണ്ട് ഉപമയിൽ ഒരു ഉപമയാണിത്. എൻ്റെ ഉം. അറിവിൽ ഈ രണ്ട് ഉപമയെ കർത്താവ് ഉപമ എക്സ്പ്ലെയിൻ പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. ഒരു എക്സ്പ്ലനേഷനിൽ അത് ക്ലിയർ ആയിട്ട് അതെ. അവിടെ പറയുന്നുണ്ട്. മനതിന് അവന് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ 37-ാമത്തെ വാക്യം മുതൽ, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, വയല് ലോകം. അതെ. വയല് ലോകത്തിലേക്ക് കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല ലോകം. വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ, കള ദുഷ്ടന്റെ പുത്രന്മാർ, അത് വിളതച്ച ശത്രു പിശാച്, കൊയ്ത്ത് ലോകാവസാനം, കൊയ്യുന്നവർ ദൂതന്മാർ. അതുകൊണ്ട് കള ഉം. തൂട്ടി തീയിലിട്ട് പുറകിൽ ലോകാവസാനത്തിൽ സംഭവിക്കും. എന്നിട്ട് അത് എക്സ്പ്ലെയിൻ ഉം. ചെയ്യുമ്പോൾ മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും, അവൻ അവന്റെ രാജ്യത്ത് നിന്ന് പാപം ഉളവാക്കുന്ന സകലത്തെയും അധർമ്മം പ്രവർത്തിക്കുന്ന എല്ലാവരെയും. അന്നേരം അവിടെ അതെ. പറഞ്ഞിരിക്കുന്ന അധർമ്മം പ്രവർത്തിക്കുന്നവരെ പറ്റി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഉം. പ്രാക്ടീസിങ് ലോലെസ്നെസ്, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അന്നേരം അത് ദുഷ്ടന്റെ പുത്രന്മാരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ. അതേസമയം രക്ഷിക്കപ്പെട്ടവരാണ് നീതിമാന്മാർ, തങ്ങളുടെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. അന്നേരം അവിടെ പറഞ്ഞിരിക്കുന്നത് ലോലെസ് പ്രാക്ടീസ് ചെയ്യുന്ന ഈ ഭൂമിയിലെ മനുഷ്യരെ പറ്റി തന്നെയാണ് ആ ഒരു ദുഷ്ടന്റെ പുത്രന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ പിശാചിനെയും അല്ലെങ്കിൽ ഭൂതങ്ങളെയും ഒന്നും അല്ല. അതാണ് ഉം. ചോദ്യമെങ്കിൽ അതാണ് അതിന്റെ ആൻസർ. ആ, അതെ അതെ. ഈ ചോദ്യങ്ങൾ ചോദിച്ച സൗകര്യങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ അല്ല, അതാ ഈ ക്ലാരിഫിക്കേഷൻ? ചോദിക്കുന്ന ആൾക്കാർ അതാ ഈ അവരുദ്ദേശിച്ച ഇതാണെങ്കിലാണെന്നുള്ള ഇതിലാണ് ഞാൻ ആൻസർ പറയുന്നത്. കാരണം അത് ആ, ഞാൻ ഡയറക്റ്റ് ചോദ്യം കേൾക്കാത്തതുകൊണ്ട്. അതെ അതെ. സാറുകളെ ഈ ചോദ്യം ചോദിച്ചവര് അതിന്റെ ക്ലാരിഫിക്കേഷൻ ഇത് തന്നെയാണോ ചോദ്യം എന്നുള്ളത് ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അത് മാത്രമല്ല, ആ, ഇതിനോട് ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ചോദിക്കാം കേട്ടോ. ഇത് എനിക്കൊന്ന് ഇത് തന്നെയാ ഡെൻസ്. ചോദിച്ചത്. പക്ഷെ ഉം. ആ, മനുഷ്യര് ആ, ദുഷ്ടൻ വിതയ്ക്കുമ്പോഴേ ആ, മനുഷ്യര് അത് അധർമ്മം, അങ്ങനെ ഒരു ഇത് ദൈവത്തിന്റെ സൃഷ്ടിയാണല്ലോ ആദാമ്. ഉം. അപ്പം ദുഷ്ടന്റെ പുത്രന്മാരായിട്ട് അങ്ങനെ അത് കള വിതയ്ക്കുന്നത് ദുഷ്ടൻ എന്ന് പറയുമ്പോൾ ഉം. അത് ആ ഒരു കൺഫ്യൂഷൻ. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവം ഈ ഈ സൃഷ്ടിക്കുമ്പോൾ തന്നെ നല്ലവരെയും ദുഷ്ടരെയും രണ്ടായിട്ട് സൃഷ്ടിക്കുന്നുണ്ടോ എന്നുള്ളതാണോ അതെ ചോദ്യം? അതെ ആ യാ, അതെ ഓക്കെ. അതെ അങ്ങനെ. അതാണ് ഞാൻ അതാ പറഞ്ഞത്, എനിക്ക് ചോദ്യം എന്താണ് ചോദിച്ചതെന്നുള്ള ക്ലിയർ ആയല്ലേ ഞാൻ മനസ്സിലാക്കും. ഇതിൽ അവിടെ ഉദ്ദേശിക്കുന്ന അങ്ങനെയല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം തന്നെ കുറേ ആൾക്കാരെ നല്ലവരായിട്ടും കുറേ ആൾക്കാരെ ദുഷ്ടന്മാരായിട്ടും സൃഷ്ടിക്കുന്നു എന്നുള്ളതല്ല, ഒരു ഉപമയാണിത്. ഉപമയിൽ ഈ ഉപമയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പറയുന്ന ആ ഒരു മെയിൻ കാര്യം വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപമ വിശദീകരിക്കുന്നത്. അല്ലാതെ ഈ ഒരു സൃഷ്ടികർമ്മത്തിൻ്റെ ഒരു ഡോക്ടറിനൊന്നും അല്ല അവിടെ വിശദീകരിക്കുന്നത്. അന്നേരം എങ്ങനെയാണ് ഇവർ ദുഷ്ടന്റെ പുത്രന്മാരാവുന്നത് എന്നുള്ളൊരു ചോദ്യം വരും. അന്നേരം അത് പലപ്പോഴും യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തു ചിലയിടത്ത് പറയുന്നുണ്ട്, നിങ്ങൾ പിശാചിന്റെ മക്കൾ എന്നിട്ട് പറയുന്നുണ്ട് പരീശന്മാരെ പറ്റി ഇല്ലെങ്കിൽ ശാസ്ത്രിമാരെ പറ്റി. എന്നിട്ട് അതിൻ്റെ കാരണം പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ വചനം റിസീവ് ചെയ്യുന്നില്ല, എൻ്റെ വചനം സ്വീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ ദുഷ്ടന്റെ പുത്രന്മാരായി തീർന്നത്. ഈ കർത്താവ് എക്സ്പ്ലെയിൻ ചെയ്ത തൊട്ടു മുകളിലത്തുള്ള ഉപമയിലും ദൈവവചനം എന്നുള്ള വിത്ത്, അവിടെ ഈ രണ്ടിലും ഒരേ പദം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഒരേ അർത്ഥമല്ല. അവിടെ ദൈവവചനം എന്നുള്ള വിത്ത് കർത്താവ് ഇടുകയും ഇല്ലെങ്കിൽ പ്രീച്ച് ചെയ്യുന്ന ആൾക്കാർ ഇടുകയും അത് റിസീവ് ചെയ്യുന്ന നല്ല ഹൃദയത്തിൽ സ്വീകരിക്കുന്നവർ അതിനെ ഫലം കൊടുക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അന്നേരം ഇവിടെയും ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ദൈവവചനം റിസീവ് ചെയ്യുന്ന അതിനെ പ്രാക്ടീസ് ചെയ്യുന്നവരാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന നല്ല വിത്തുകൾ. അത് കർത്താവിൻ്റെ കർത്താവിൻ്റെ വചനം റിസീവ് ചെയ്യുന്നതിൽ കൂടെ ഉണ്ടാകുന്നതാണ്. അതേസമയം കർത്താവിൻ്റെ വചനത്തെ റിജക്റ്റ് ചെയ്യുന്നവരാണ് ദുഷ്ടന്മാർ അല്ലെങ്കിൽ ലോലെസ്നെസ് പ്രാക്ടീസ് ചെയ്യുന്നവർ. അല്ല ദൈവം ഇവരെ രണ്ടായിട്ട് സൃഷ്ടിക്കുന്നു എന്നുള്ളതല്ല അതിൽ കൂടി പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് ആദ്യമേ എങ്ങനെയാണെന്നുള്ളത് ആദ്യത്തെ ഒരു ഉപമയിൽ പറഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ഉപമയിൽ ഇതിൻ്റെ അവസാനം എന്തായിത്തീരുമെന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ രണ്ടാമത്തെ ഉപമയിൽ കൂടെ കർത്താവ് വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അന്നേരം ഇവിടെ അല്ലാതെ ദൈവം കുറേ ആൾക്കാരെ ദുഷ്ടന്മാരായിട്ടും കുറേ ആൾക്കാരെ നല്ലവരായിട്ടും നേരത്തെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല ഇത് എഴുതിയിരിക്കുന്നത്. ആക്ച്വലി ആ കർത്താവിൻ്റെ വചനത്തെ ഫസ്റ്റ് റിസീവ് ഉപമയുടെ ചെയ്ത് ആ, അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നവർ ദൈവരാജ്യത്തിൽ ജനിക്കുന്ന ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്നു. അല്ലാത്ത ആൾക്കാർ ഈ ലോകത്തിൽ വെച്ച് തന്നെ അതിനെ റിജക്റ്റ് ചെയ്യുന്നവർ ദുഷ്ടൻ വിതയ്ക്കുന്ന വിത്തുകളായിത്തീരുന്നു. ഒരു അവസാനം വരുമ്പോഴേക്കും ദൈവത്തിൻ്റെ രാജ്യത്തിലുള്ള പുത്രന്മാരെ ദൈവം കൂട്ടിച്ചേർക്കുകയും ലോലെസ്നെസ് പ്രാക്ടീസ് ചെയ്യുന്നവരെ ദൈവം
തള്ളിക്കളയുകയും ചെയ്യും. ഇനി ഉം. യോഹന്നാൻ പറയുന്നുണ്ട്, ഈ ലോലെസ്നെസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ദൈവത്തിൽ നിന്ന് ജനിച്ചവരല്ല എന്ന് പറയുന്നുണ്ട് യോഹന്നാന്റെ ഉം. ലേഖനത്തിൽ. അവിടെയും ക്ലിയർ ആണ്. എന്നിട്ട് ദൈവത്തിൽ നിന്ന് ഉം. ജനിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം റിസീവ് ചെയ്യുന്നവരാണ് ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവർ. ദൈവത്തിന്റെ വചനത്തെ റിജക്റ്റ് ചെയ്യുകയും ലോലെസ്നെസ് പ്രാക്ടീസ് ചെയ്യുന്നവർ ദൈവത്തിൽ നിന്ന് ജനിച്ചവരില്ല. ദൈവത്തിൽ നിന്ന് ഉം. ജനിക്കാത്തവർ എവിടെ നിന്നാണ്? അവർ ദുഷ്ടനിൽ നിന്നുള്ളവരായിരിക്കും. ഉം. യോഹന്നാൻ അത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, കായേൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി എന്ന് പറയുന്നുണ്ട്. ഇതേ കാര്യം പറയുമ്പോൾ അന്നേരം ഈ ഈ പദം നമ്മൾ കാണുമ്പം ദുഷ്ടനിൽ നിന്നുള്ളവൻ, പിശാചിന്റെ മകൻ, ദൈവത്തിൽ നിന്ന് ജനിച്ചവനല്ല എന്നൊക്കെ പറയുമ്പോൾ ദൈവം കുറേ ആൾക്കാരെ അങ്ങനെ നേരത്തെ അങ്ങ് സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണെന്നുള്ള അർത്ഥത്തിലല്ല പഠിപ്പിക്കുന്നത്. അത് മൊത്തത്തിൽ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചിലർ ദുഷ്ടന്റെ പുത്രന്മാരാകുന്നത്, എങ്ങനെയാണ് കളകളായിത്തീരുന്നത്, എങ്ങനെയാണ് ദൈവമക്കളായിത്തീരുന്നത്. അതൊരു ചെറിയ രൂപമേ കൂടെ കർത്താവ് അതിന്റെ എൻഡ് എങ്ങനെ ആയിത്തീരും എന്നുള്ളത് വിശദീകരിക്കുന്നു മാത്രമേ ഉള്ളൂ. ആക്ച്വലി ആ ഫസ്റ്റ് ഉപമയുടെ കണ്ടിന്യൂഷൻ ആണ് സെക്കൻഡ് ഉപമയായിട്ട് യാ, കാണാൻ പറ്റും അല്ലേ? അതെ അതെ. ഫസ്റ്റ് ഉപമയില് പറയുന്നതിന്റെ ഏകദേശം അതേ എൻ്റെ കണ്ടിന്യൂവേഷൻ പോലെ പറയാം, പക്ഷെ അർത്ഥങ്ങൾ വ്യത്യാസമാണ്. വയൽ അർത്ഥം അവിടെ വ്യത്യാസം. ആദ്യത്തെ ഉപമയില് മനുഷ്യന്റെ ഹൃദയമാണെങ്കിൽ രണ്ടാമത്തെ ഉപമയില് വയല് ലോകമാണ്. ലോകം. ആദ്യത്തെ ഉപമയില് വിത്ത് ദൈവവനമാണെങ്കിൽ രണ്ടാമത്തെ ഉപമയില് വിത്ത് ദുഷ്ട ദൈവത്തിന്റെ പുത്രന്മാരും കള എന്ന് പറഞ്ഞിരിക്കുന്നത് പിശാചിന്റെ പുത്രന്മാരും അല്ലെങ്കിൽ ദുഷ്ടൻ വിതച്ചതുമാണെന്നുള്ളതാണ്. ആ ഒരു അർത്ഥത്തിൽ അർത്ഥം മാറുന്നുണ്ടെങ്കിലും രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടും. അതെ. എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? മറ്റൊരു ക്വസ്റ്റ്യൻ ഇതിനോട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യനായിട്ട് ഓൾറെഡി കിട്ടിയത്, ഹൗ ഡസ് ദി പാരബിൾ ഓഫ് സോവർ ചലഞ്ച് അവർ പേഴ്സണൽ റെസ്പോൺസ് ടു ഗോഡ്സ് വേർഡ്? ഏത് സോവറിനെ? ആദ്യത്തെ രണ്ടാമത്തെ സോവറിനാണ്, ആദ്യത്തെ സോവറിനാണ്? ആദ്യത്തേത് ആദ്യത്തേതാണ് ഇത് ക്വസ്റ്റ്യൻ വന്നത്. ജോബി സാർ, അതെ അതെ, ആദ്യത്തെ. ആ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ വിതയ്ക്കുന്നതിൻ്റെ ഉപമ, അതില് അതെന്താണ് ചോദ്യം എന്ന് പറഞ്ഞു? ഹൗ ഡസ് ദി സാറ് വന്ന് മലയാളത്തിൽ ഒന്ന് പറയാമോ ജോബി സാറ്? ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഹൗ ഡസ് ദി പാരബിൾ ഓഫ് സോവർ ചലഞ്ച് അവർ പേഴ്സണൽ റെസ്പോൺസ് ടു ഗോഡ്സ് വേർഡ്. അന്നേരം അത് ക്ലിയർ ആണല്ലോ. അവിടുത്തെ ആദ്യത്തെ ഉപമയില് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അന്നേരം അത് എനിക്ക് തോന്നുന്നു അതിന്റെ കർത്താവ് വിശദീകരിക്കുന്നുണ്ടല്ലോ. വിശദീകരിക്കുമ്പോൾ വിതയ്ക്കുന്നതിൻ്റെ ഉപമ കേട്ടുകൊള്ളിയാണ്. അന്നേരം അതിന്റെ 18ാമത്തെ വാക്യം മുതൽ ആദ്യത്തെ ഉപമ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അന്നേരം അതില് മൂന്ന് ഞാനത് എനിക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത് ബിലീവ് ചെയ്യാത്ത കൂട്ടരെ പറ്റിയാണ്, വിശ്വസിക്കുകയോ ചെയ്യാത്തവരാണ്. അന്നേരം അത് ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട് റാഞ്ചിങ് കൊണ്ട് ഇതിൻ്റെ എനിക്കൊന്ന് ലൂക്കോസിലാണ് ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതേ ഉപമയുടെ ഒരു എക്സ്പ്ലനേഷൻ വരുന്നത്. അന്നേരം അവിടെ 3 വാക്കുകൾ കർത്താവ് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന്, വിശ്വസിച്ച് രക്ഷിക്കപ്പെടാത്ത കൂട്ടരാണ് ആദ്യത്തേത്. ക്ലിയർ ആയിട്ട് അവിടെ പറയുന്നുണ്ട്, ദൈവവചനം വീഴുന്നു, ദുഷ്ടനിൽ നിന്ന് അത് വീഴുമ്പോൾ തന്നെ എടുത്തുകൊണ്ട് പോകുന്നു. അന്നേരം അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടായികയാലാണ് അത് സംഭവിക്കുന്നത് പറയുന്നത്. അന്നേരം ആദ്യത്തെ ഒരു വിശ്വാസിയുടെ റെസ്പോൺസ് അത് വിശ്വസിക്കുക എന്നുള്ളതാണ്. ദൈവവചനം കേൾക്കുമ്പോൾ അത് എപ്പോഴും അങ്ങനത്തെ ഒരു റെസ്പോൺസായിട്ട് തന്നെയാണ്. വിശ്വസിക്കുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് ദൈവത്തിൻ്റെ ഭാഗത്തേക്കുള്ള റെസ്പോൺസാണ്. അത് റെസ്പോണ്ട് ചെയ്ത ആൾക്കാർ, രണ്ടാമത്തെ കൂട്ടരെ പറ്റി അവിടെ പറഞ്ഞിരിക്കുന്നത് അവർ എന്ത് പറഞ്ഞിരിക്കുന്നത്, പിന്മാറിപ്പോകുന്നവരെന്ന് പറയുന്നുണ്ട്. അത് ഈ മത്തായിയിൽ അങ്ങനെ ക്ലിയർ ആയിട്ട് അത് പറയുന്നില്ല. ഇടറിപ്പോകുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ അല്ലെങ്കിൽ ക്ഷണികന്മാരാണ്. അത് വേരിൽ സന്തോഷം, അവർ പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടു വരുന്നു, വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നു. അന്നേരം അയാൾ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ആദ്യത്തെ ആൾ വിശ്വസിക്കാത്ത വ്യക്തിയാണെങ്കിൽ രണ്ടാമത്തെ ആൾ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ അയാൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്, വചനം പിന്മാറിപ്പോവുകയാണ്. ഞെരുക്കമോ ഉപദ്രവം നേരിട്ട് കഴിഞ്ഞാൽ പിന്മാറിപ്പോകുന്നു എന്നാണ് രണ്ടാമത്തെ ഉപമയിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ആ ഉപമ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞത്. മൂന്നാമത്തെ ആൾ പിന്മാറ്റക്കാരനല്ല, പക്ഷെ അയാൾ നിഷ്ഫലനാണെന്ന് പറയുന്നുണ്ട്. മുൾച്ചെടിയിൽ വചനം ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും ഞെരുക്കിയിട്ട് ഫലമില്ലാത്തവനായിത്തീരും, നിഷ്ഫലനായിത്തീരും എന്ന് പറയുന്നുണ്ട്. അന്നേരം ഒന്ന് വിശ്വസിക്കാത്തവൻ, രണ്ടാമത്തെ ആൾ വിശ്വസിച്ചിട്ടും പിന്മാറിപ്പോകുന്ന ഒരു വ്യക്തി, മൂന്നാമത്തെ ആൾ പിന്മാറ്റക്കാരനായില്ലെങ്കിൽ പോലും ഒരു നിഷ്ഫലനായിട്ട് തന്നെ തുടരുന്നൊരു വ്യക്തി. നാലാമത്തെ വ്യക്തിയാണ് വിശ്വസിച്ച്
ശരിയായ ഹൃദയത്തിൽ കേട്ട് നല്ല വിത്ത് വിതയ്ക്കോട്ട് വചനം കേട്ട് മനസ്സിലാക്കി ഹൃദയത്തിൽ സംഗ്രഹിച്ച് നല്ല ഹൃദയത്തിൽ നിന്നാണ് ലൂക്കോസ് പറയുന്നത്. ഹൃദയത്തിൽ അതെ സംഗ്രഹിച്ച് അതിൻ്റെ ഫലം 100 മേനിയും 60 ക്ഷമയോടെ ഈ ഫലം നാലും കൊടുക്കും. മനുഷ്യനുള്ള ചലഞ്ച് തന്നെയാണ്. ഈ 4 രീതിയിൽ ഉം. ഒരേ ദൈവവചനം കേൾക്കുന്ന ഒരു വ്യക്തിക്ക് 4 രീതിയിൽ 4 കൂട്ടർ കാണും ഒരേ ചർച്ചിൽ തന്നെ. ഒരേ ഉം. ചർച്ചിൽ നിന്നോ ഇല്ലെങ്കിൽ ഒരേ ദൈവവചനം കേൾക്കുന്ന കൂട്ടത്തിലോ അത് മനുഷ്യന്റെ റെസ്പോൺസിനെ തന്നെയാണ് അവിടെ ചലഞ്ച് ചെയ്യുന്നത്. കാരണം ഈ 4ഇടത്തും ഒരേപോലത്തെ വചനമാണ് കേട്ടത്. ഉം. ഒരു വചന വിത്തിനെ അല്ല വിത്തല്ല അവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്, വിത്ത് നിലത്തെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്, അല്ലേ? ഉം. അതെ. വിത്ത് അവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. കാരണം വിത്ത് നല്ല വിത്ത് തന്നെയാണ്, ഒരേ വിത്താണ് വിതയ്ക്കുന്നത്. പക്ഷെ അവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്താണ് പറയുന്നത്, സീഡ് ഈസ് ടെസ്റ്റിംഗ് ദ സോയിൽ. ആ ഉം. സോയിലിനെ ടെസ്റ്റ് ചെയ്യണം. അന്നേരം സോയിലിൻ്റെ റെസ്പോൺസ് അനുസരിച്ചിട്ടാണ്. അന്നേരം അത് നമ്മളുടെ എന്താണ് ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ റെസ്പോൺസിനെ എങ്ങനെ ചലഞ്ച് ചെയ്യുന്നു എന്നുള്ളത്. നമ്മുടെ റെസ്പോൺസിനെ ഈ 4 രീതിയിൽ ഇത് ചലഞ്ച് ചെയ്യും. ഏതിലാണെന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് കഴിയും. ഒരേ ദൈവ ചർച്ചിൽ തന്നെ പലപ്പോഴും നമ്മൾ കണ്ടില്ലേ, വർഷങ്ങൾ കഴിഞ്ഞിട്ട് ചില ആൾക്കാർ ഫ്രൂട്ട്ഫുൾ ആവും, ചില ഉം. ആൾക്കാർ ഫ്രൂട്ട്ഫുൾ അല്ലാതിരിക്കുന്നു, ചില ആൾക്കാർ പിന്മാറിപ്പോകുന്നു, ചില ആൾക്കാർ ബിലീവ് ചെയ്യുന്ന പോലുമില്ല. ആദ്യത്തെ ഉം. 4 കൂട്ടരും ചിലപ്പോൾ ഒരേ സമയത്ത് തന്നെ കാണും. അതെ. എന്നിട്ട് അത് 4 തരത്തിലുള്ള ഹൃദയമാണെന്നുള്ളതാണ് കാണുന്നത്. അന്നേരം ദൈവം ആൾക്കാരെ ഒന്നും അതെ. ഓട്ടോമാറ്റിക്കലി ഫോഴ്സ് ചെയ്ത് ഈ രണ്ടാമത്തെ ഉപമയിൽ ചിന്തിക്കുന്ന പോലെ ചിലരെ ദുഷ്ടന്മാരായിട്ടും ചിലരെ നല്ലവരായിട്ടൊന്നും നേരത്തെ പ്രീ ഡിറ്റർമിൻ ചെയ്ത് സൃഷ്ടിച്ചു വയ്ക്കുകയും കുറേ ആൾക്കാർ നല്ല ബലം കൊടുക്കട്ടെ എന്നും കുറേ ആൾക്കാർ നിഷ്ഫലന്മാരായി പോട്ടെ എന്നും കുറേ ആൾക്കാർ ഉം. പിന്മാറക്കാറ്റക്കാരായി പോട്ടെ എന്നും കുറേ ആൾക്കാർ അൺബിലീവേഴ്സായിട്ട് പോട്ടെ എന്നും തീരുമാനിച്ചു വയ്ക്കുന്നൊന്നും പറയുന്നില്ല. അതിന് പകരം ഉം. മനുഷ്യൻ്റെ റെസ്പോൺസ് തന്നെയാണ് ഇതിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഡിറ്റർമിൻ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ തീരുമാനിക്കുന്നുള്ളതല്ല, മനുഷ്യൻ്റെ റെസ്പോൺസ് അതിനെ ആ ആ ദൈവത്തിൻ്റെ വചനം എങ്ങനെ അതിന്റെ എഫക്റ്റ്. പ്രവർത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ തോട്ടും ഇതിനോട് ബന്ധപ്പെട്ട്? ഞാൻ ഇതാണ് സബ്ജക്റ്റ് എന്നുള്ളത് ഞാൻ ഇന്ന് രാവിലെയാണ് അറിയുന്നത്. ഞാനിത് ചോദ്യത്തിന് മറുപടിയായിട്ട് അങ്ങ് പറയുന്നതാണല്ലേ. ഞാനിത് നോക്കിയിട്ട് നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല ഈ ഒരു വിഷയം കൊണ്ട് സംസാരിക്കാനായിട്ട്. ആ, ആ, ആ. അതുകൊണ്ട് എന്തെങ്കിലും കൂടുതൽ ക്ലാരിറ്റി വേണമെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ട്രൈ ചെയ്യാം. ക്വസ്റ്റ്യൻസിലുണ്ടോ ഇതിൻ്റെ അകത്ത്? അപ്പം ഈ പാറസ്ഥലത്ത് വീണതെന്ന് പറയുന്നത് ഉം. ഒരു രക്ഷയുടെ അനുഭവം വന്നവർ എന്നുള്ള തലത്തിൽ ചിന്തിക്കാൻ പറ്റുമോ? തൽക്കാലം വിശ്വസിച്ചു എന്ന് പറയുമ്പോഴേ ഇത് 4-ന്റെ സോറി ലൂക്കോസ് 8:13 ബിലീവ് ഫോർ എ വൈൽ എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത്. ഏത് അപ്പം അത് ആദ്യത്തേതോ ഫസ്റ്റിലെ? ഫസ്റ്റ് ഉപമയുടെ, അതായത് ലൂക്കോസ് 8:13. ഓക്കെ, ഞാൻ നിൽക്കട്ടെ. 8:13 8:13 അതിന്റെ 12 വായിച്ചേക്ക്. അവിടെ പറഞ്ഞിരിക്കുന്നത് ആൻഡ് ദോസ് ബിസൈഡ്സ് എ റോഡ് ആർ ദ വൺ ഹു. അന്നേരം രണ്ടാമത്തെയാണ്, ആദ്യത്തേതാണ് ഞാൻ പറഞ്ഞത് അൺബിലീവേഴ്സ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് അൺബിലീവേഴ്സ്. ആദ്യത്തേത് അവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, സോ ദാറ്റ് ദേ വിൽ നോട്ട് ബിലീവ് ആൻഡ് ബി സേവ്ഡ്. അതെ. അന്നേരം ബിലീവ് ചെയ്യുക എന്നുള്ളത് സേവ്ഡ് ആവാനായിട്ടുള്ളൊരു പ്രീ കണ്ടീഷൻ ആയതുകൊണ്ട് അവർ ആ കണ്ടീഷൻ മീറ്റ് ചെയ്തില്ല. അന്നേരം അവർ സേവ്ഡ് അല്ല. Those on the rocky soil are the ones who, when they hear, receive the word with joy and yet do not have a firm root. They believe for a while and the time of temptation they fall away. അന്നേരം അവിടെ പറഞ്ഞിരിക്കുന്ന പിന്മാറ്റക്കാരാണ്, അവർ ബിലീവ് ചെയ്തവരാണ്, ബിലീവ് ചെയ്തിട്ട് പിന്മാറ്റത്തിൽ പോയവരാണ്. അപ്പൊ രക്ഷിക്കപ്പെട്ടിട്ട് ഈ പിന്മാറ്റത്തിൽ പോകുന്നവരെല്ലാം രക്ഷിക്കപ്പെട്ടവരാണ്. അതെ, എക്സാക്ട്ലി. ഒരു പിന്മാറ്റം എന്നുള്ളൊരു വാക്ക് എവിടെ കാണുന്നു, അത് ബിലീവേഴ്സിനെ പറ്റി പറയുന്ന വാക്കാണ്. നേരെ അത് രണ്ടാമത്തെ കൂട്ടർ ബിലീവ് ചെയ്തിട്ട് പിന്മാറ്റത്തിൽ പോയവരാണ്. അവരെ പറ്റി പറഞ്ഞു. എബ്രായ ലേഖനത്തിലൊക്കെ തുടർച്ചയായിട്ട് പറയുന്നത് പിന്മാറരുത് എന്ന് പറയുന്നത് ബിലീവേഴ്സിൻ്റെ അടുത്തല്ലേ. മൂന്നാമത്തെ കൂട്ടർ അവർ ബിലീവേഴ്സ് തന്നെയാണ്, പിന്മാറ്റക്കാരും അല്ല, രക്ഷിക്കപ്പെട്ടവരുമാണ്. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരും ദേ ബ്രിങ് നോ ഫ്രൂട്ട് ടു മെച്യൂരിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഇവരും ഉം, ഫലം ഉം, മെച്യൂരിറ്റിയിലോട്ട് വരാത്ത ബിലീവേഴ്സാണ്. വറീസ്, റിച്ചസ് ആൻഡ് പ്ലഷേഴ്സ് ഓഫ് ദിസ് ലൈഫ്, ഈ മൂന്ന് കാര്യങ്ങൾ ഉം, അതിനെ ചോക്ക് ചെയ്തിട്ട് അത് ഫ്രൂട്ട് കൊടുക്കുന്നില്ല. നാലാമത്തെ കൂട്ടർ ഫ്രൂട്ട് കൊടുക്കുന്നു. അങ്ങനെ 4 ഉം. കൂട്ടരാണ്. ഓക്കെ ഓക്കെ. സാറിന് വേറെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനിയും നമുക്കൊരു ഒരു 20 മിനിറ്റ്സ് കൂടെ ഉണ്ട്. ഇത്, ആ, മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിനകത്ത് 4:30 മുതൽ 32 വരെയുള്ള ആ, അതിനകത്ത് ഒരു കൺഫ്യൂഷൻ, ഒരു ക്ലാരിറ്റി വരാണ്ടേ. മർക്കോസിന്റെ സുവിശേഷം 4-ന്റെ ആ ഉപമ കർത്താവ് പറഞ്ഞു. മർക്കോസിന്റെ സുവിശേഷം 4:30 മുതൽ 32 വരെ. അവൻ ദൈവരാജ്യത്തെ എങ്ങനെ ഉപമിക്കേണ്ടു, ഏത് ഉപമയാൽ അതിനെ വർണ്ണിക്കേണ്ടു, അത് കടുകുമണിയോട് സദൃശ്യം എന്ന് പറയത്തില്ല. ഓക്കെ. അതിനകത്ത് അത് മണ്ണിൽ വിതയ്ക്കുമ്പോൾ ഭൂമിയിലെ എല്ലാ വിത്തിലും ചെറിയത്, എങ്കിലും വിതച്ച ശേഷം വളർന്ന് സകല സസ്യങ്ങളിലും വലുതായി തീർന്ന് ആകാശത്തിലെ പക്ഷികൾ അതിന്റെ നിഴലിൽ വസിപ്പാൻ തക്കവണ്ണം വലുതായ കൊമ്പുകളെ വിടുന്നു എന്ന് പറയാം. ആ ഒരു ഓക്കെ. ഇതിലൊരു അതായത് ആ ചോദിച്ചു പക്ഷെ അതിന്റെ വിശദീകരണം. ഇപ്പം ആകാശത്തിലെ പക്ഷികൾ എന്ന് പറയുന്നില്ലേ, ആ ബേഡ്സ്. ആ ദൈവരാജ്യം ഒരു കടുകുമണിയോട് സദൃശ്യമാണ്, പക്ഷെ അത് വളർന്നു വലുതായിട്ട് ആ ആകാശത്തിലെ പക്ഷികൾ വന്ന് അതിന്റെ നിഴലിൽ വസിപ്പാൻ തക്കണം വലുതായ കൊമ്പുകൾ വിടർത്തും എന്ന് ആ പറയാം. ഓക്കെ. അതിന്റെ എക്സ്പ്ലനേഷൻ ആണോ ചോദിക്കുന്നത്? അതെ അതെ. ഓക്കെ. ഇപ്പൊ ഞാൻ നേരത്തെ വിചാരിച്ചുകൊണ്ടിരുന്നത് ദൈവവചനം അതായത് ഒരു പ്രസംഗിക്കപ്പെടുമ്പോൾ അവിടെ നടക്കുന്ന ഒരു ആ വിത്ത് വലുതായി കഴിയുമ്പോൾ അതിന്റെ എഫക്റ്റ് വലുതായിട്ട് വരുന്നു എന്നുള്ള ഒരു രീതിയിലായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. അത് നമ്മൾ ചെറുതായിട്ട് തോന്നിയെങ്കിലും അങ്ങനെയാണോ? പക്ഷെ ഓക്കെ. ഒന്നാമത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ 2 ഉപമ മാത്രമേ കർത്താവ് വിശദീകരിക്കുന്നുള്ളൂ. ബാക്കിയുള്ളതൊന്നും വിശദീകരിക്കുന്നില്ല. അന്നേരം ബാക്കിയുള്ളവർ വിശദീകരിക്കുന്ന ആൾക്കാർ അവർക്ക് അതിനെ വിശദീകരിക്കാം. പക്ഷേ ഇതിലുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിശദീകരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സേഫ് സൈഡ് അതേ വാക്കുകൾ മുകളിലത്തെ ഉപമയിൽ കർത്താവ് വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കുന്നതാണ്. വിശദീകരിക്കാത്ത ഉപമയിൽ മറ്റേ ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ 2 ഉപമ വിശദീകരിച്ചിടത്ത് അർത്ഥം വ്യത്യാസമുണ്ട്. വിത്തിന് 2 അർത്ഥമാണ്, വയലിന് 2 അർത്ഥമാണ്, വിതയ്ക്കുന്ന ആൾക്ക് 2 അർത്ഥമാണ്, എല്ലാമാണ്. പക്ഷേ ഇത് ഒരു ഉപമ കർത്താവ് വിശദീകരിക്കാതെ വിടുമ്പോൾ അതിൻ്റെ സേഫ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലുള്ള ഉപമയിൽ വിശദീകരിച്ചിരിക്കുന്നത് എടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഈ പറഞ്ഞിരിക്കുന്നതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഏതായിരുന്ന വാക്യം? ലൂക്കോസ് 4-ന്റെ 30 മുതലുള്ള വാക്യം. അത് എങ്കിലും വിതച്ച ശേഷം അത് സകല സസ്യങ്ങളിലും വലുതായി തീർന്നു, ആകാശത്തിലെ പക്ഷികൾ അതിന്റെ തണൽ കൂട്ടുകൂട്ടത്തക്കണം വലുതായി കൊമ്പുകളെ പ്രയോഗിക്കും. എന്നിട്ട് ഈ ആകാശത്തിലെ പക്ഷികൾ എന്ന് പറയുന്നത് മുകളിലത്തെ ഉപമയിൽ കർത്താവ് വിശദീകരിക്കുമ്പോൾ അത് പിശാചിന്റെ ദൂതന്മാരായിട്ടാണ് പറയുന്നത്. ആദ്യത്തെ ഉപമയിൽ പക്ഷികൾ വന്ന് അതിനെ എടുത്തുകൊണ്ട് പോകുന്നു എന്ന് പറയുന്നത്. ഇനി വെളിപാട് പുസ്തകത്തിലോട്ട് വരുമ്പോഴും ഈ പക്ഷികളായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് പിശാചിൻ്റെ ദൂതന്മാരെ പറ്റിയാണ്. വാക്യം വേണമെങ്കിൽ പിന്നെ പോയി എടുത്ത് നോക്കിയാൽ മതി. വെളിപാട് പുസ്തകത്തിൽ ഈ മഹദിയാം ബാബിലോൺ എന്നുള്ള രീതിയിൽ അത് വിശദീകരിക്കുമ്പം ആകാശത്തിലെ പക്ഷികൾക്ക് വരാനായിട്ട് തക്കവണ്ണം വലുതായി തീർന്നു എന്നുള്ള അർത്ഥത്തിലും ഗ്രേറ്റ് ബാബിലോൺ എന്ന് പറയുന്ന അർത്ഥത്തിൽ വരുന്നുണ്ട്. എന്നിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഇതൊരു നെഗറ്റീവ് അർത്ഥത്തിലാണ്. ദൈവരാജ്യം ഇതിൻ്റെ കറപ്റ്റഡ് ആയാൽ, ഇല്ലെങ്കിൽ ദൈവസഭയായിട്ട് തുടങ്ങുന്ന പല കാര്യങ്ങളും കറപ്റ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് എന്ത് പറഞ്ഞിരിക്കുന്നത് വളരെ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നെഗറ്റീവ് അർത്ഥമാണ് ഇവിടെ പറയുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്, എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ. അത് ചെറുതായിരുന്നെങ്കിലും വലുതായി കഴിയുമ്പം ആകാശത്തിലെ പക്ഷികൾ, അല്ലെങ്കിൽ എന്ത് പറഞ്ഞിരിക്കുന്നത് ദുരുപദേശങ്ങളും തെറ്റായിട്ടുള്ള ഉപദേശങ്ങളും ഒക്കെ വന്ന് ചേരാനായിട്ടൊക്കെ രീതിയിലുള്ളൊരു സാധ്യത ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതേപോലെ തന്നെ ഇതുപോലത്തെ തന്നെ അടുത്ത ഉപമയും അതേപോലത്തെ അർത്ഥത്തിലാണ്
പറയുന്നത് മനസ്സിലാക്കുന്നത്. രണ്ട് ഉപമകൾ ഇതിൽ നെഗറ്റീവ് അർത്ഥത്തിലും ബാക്കിയുള്ളത് പോസിറ്റീവ് അർത്ഥത്തിലാണെന്നാണ് വായിച്ചാൽ മനസ്സിലാകുന്നത്. അതിന്റെ തൊട്ടു മുമ്പിലുള്ള വാക്യങ്ങൾ ഇതുമായിട്ട് ബന്ധമുണ്ടോ? പിന്നെ അവൻ പറഞ്ഞത് 26-ാമത്തെ വാക്യം, ഉം. ദൈവരാജ് ഒരു മനുഷ്യൻ മണ്ണിൽ വിത്ത് എറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങി എഴുന്നേറ്റ് ഇരിക്കെ അവൻ അറിയാതെ വിത്ത് മുളച്ചു വരുന്നത് പോലെ ആകുന്നു. ഉം. അതുമായിട്ട് ബന്ധമുണ്ടോ ഇതിന്, ഈ ദൈവരാജ്യത്തെ? അതിനെക്കുറിച്ചും അതുമായിട്ട് ബന്ധം ഉണ്ടാകും, പക്ഷെ അതും വിശദീകരിക്കുന്നില്ല, അതും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കർത്താവ്. അന്നേരം ഞാൻ പറഞ്ഞത് ഇത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ താഴത്തെ പറഞ്ഞിരിക്കുന്ന ഉപമയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വേറെ മുകളിലത്തെ ഉപമയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എടുക്കുന്നതാണ് കുറെ കൂടി സേഫ് എന്ന് ഞാൻ പറഞ്ഞത്. ഈ തൊട്ടുമുകളിലത്തെ വിത്ത് വളരുന്ന അതും കർത്താവ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതിൻ്റെ മേളിലത്തെ ആദ്യത്തെ ഉപമയാണ്. ആദ്യത്തെ ഉപമയിൽ പറയുന്നുണ്ട്, ഹൃദയങ്ങൾ വിട്ട വിതയ്ക്ക് സാത്താൻ വചനം കേട്ടൊരു വഴിയെ അരികെ വീണത്, കേട്ട ഉടനെ സാത്താൻ വന്ന് ഹൃദയങ്ങൾ വിതയ്ക്കപ്പെട്ട വചനം എടുത്തു കളയുന്നതാകുന്നു. സാത്താൻ എന്ന് പറഞ്ഞാൽ പക്ഷികൾ എടുത്തു കളയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരിയിൽ വീണു, പറവകൾ വന്ന് അതിനെ തിന്നുകളഞ്ഞു. അങ്ങനെ ആകാശത്തിലെ ആകാശത്തിലെ പക്ഷികൾ എന്ന് പറഞ്ഞാൽ തിന്നുകളയെന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് മീനിങ് ആണ്. ദൈവരാജ്യത്തെ നശിപ്പിക്കാനും അതെ 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 തിന്നുകളയാനും ദ്രോഹിക്കാനുമായിട്ട് സാത്താന്റെ ശ്രമങ്ങളെയാണ് പറയുന്നത്, അല്ലെ? അതെ. എന്നിട്ട് ഇത് കാരണം വെളിപാട് പുസ്തകത്തിലും അതേ വാക്യം തന്നെ ആവർത്തിക്കുന്നുണ്ട്. പക്ഷികൾ എന്നുള്ളൊരു അർത്ഥം വരുമ്പം ഒരു നെഗറ്റീവ് അർത്ഥത്തിലാണ് വരുന്നത്. ജെയിംസ് സാർ, അവിടെ നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഇച്ചിരി ക്ലിയർ ആണ്. Yet when it is sown, it grows up and becomes larger than all the garden plants and forms large branches. അപ്പം നമ്മൾ ഈ മലയാളത്തിൽ ഇത് വായിക്കുമ്പോൾ, ട്രാൻസ്ലേഷൻ വായിക്കുമ്പോൾ വലിയ വൃക്ഷമായി തീർന്നു എന്ന് പറയുമ്പോൾ വലിയൊരു ആൽമരം പോലെ ആയി തീർന്നു എന്നുള്ളൊരു ചിന്ത വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആ ചുറ്റുവട്ടമുള്ള ചില ട്രാൻസ്ലേഷനിലൊക്കെ ഹെർബ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഗാർഡൻ പ്ലാന്റ്സിന് പകരം ഹെർബ്സ് എന്നാണ്. അപ്പം ചെറിയൊരു പ്ലാന്റുകളുടെ ഇടയിൽ ഒരു വലിയ പ്ലാന്റ് ആയി എന്നുള്ളൊരു അർത്ഥത്തില്. പിന്നെ പറയുന്നത് ആൻഡ് ഫോംസ് ലാർജ് ബ്രാഞ്ചസ് സോ ദാറ്റ് ദി ബേർഡ്സ് ഓഫ് ദി എയർ ക്യാൻ നെസ്റ്റ് അണ്ടർ ഇറ്റ് ഷെയ്ഡ്. അപ്പം അതിന്റെ ഒരു എന്താ പറയുക, ദുരുപദേശവും ഇങ്ങനത്തെ പല കാര്യങ്ങളും അതിന്റെ ഫോം ഓഫ് ക്രിസ്ത്യൻ ഇത് എന്തോ ആ ഒരു ക്രിസ്ത്യൻ ലൈഫ്, അതിന്റെ ഒരു ഫോമില് അനേകം കാര്യങ്ങൾ വന്ന് ആഡ് ചെയ്ത് ഒരു വലിയൊരു വൃക്ഷം പോലെ തോന്നിപ്പിക്കുന്ന ഒരു ഫോൾസ് റെപ്രസെന്റേഷൻ ആയിട്ടല്ലേ? അതെ, ഒരു ഫോൾസ് റെപ്രസെന്റേഷൻ ആയിട്ടും അതിൻ്റെ അകത്തേക്ക് എല്ലാ കാര്യത്തിനും വന്ന് ചേരാൻ കഴിയുന്ന രീതിയിൽ ഉള്ളൊരു വളർച്ചയാണ് കാണിക്കുക. ഒരു അൺനാച്ചുറൽ ഗ്രോത്ത് ആയിട്ട് തന്നെയാണ് അവിടെ പറയുന്നത്. അത് ഒരു നെഗറ്റീവ് അർത്ഥത്തിലാണ് എന്ന് തന്നെയാണ് ഇത് വായിച്ചാൽ മനസ്സിലാവുന്നത്. ഒരു ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഫോം ഓഫ് ഗോഡ്ലിനെസ്സിൽ എല്ലാ തരത്തിലുള്ള ദുരുപദേശങ്ങളും ഡെമോണിക് ഉപദേശങ്ങളും എല്ലാത്തിനും വന്ന് കൂടുകൂട്ടാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വളർച്ച എന്നുള്ള അർത്ഥത്തിലാണ്. വേറെന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? ഈ 26-ാമത്തെ വാക്യത്തിനകത്ത് മറ്റേ ജീവനുള്ള ഒരു വിത്ത് ആയതുകൊണ്ടാണ് അത് കൃഷിക്കാരൻ വിതച്ചിട്ട് പോകുമല്ലോ, പക്ഷെ അവൻ ഉറങ്ങി എഴുന്നേക്കുന്ന നേരത്ത് അവൻ അറിയുന്നില്ലല്ലോ അത് വളരുന്നത്. അത് അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? ചെറിയ വിത്തെങ്കിലും ഉദ്ദേശിക്കുന്നത് അതിനകത്ത് ജീവനും ശക്തിയും ഉള്ളതുകൊണ്ടാണ് അത് നിലനിൽക്കുന്നതുമായിട്ട് അങ്ങനെ ആവാനാണ് സാധ്യത. കാരണം വിതയ്ക്കുന്ന ഒരാൾക്ക് ഇതിപ്പോൾ എപ്പോഴാണ് വിതയ്ക്കുന്നത് അതിൻ്റെ ഫ്രൂട്ട് വരുന്നതെന്ന് ചിലപ്പോൾ നമുക്ക് കാണാനേ ഒക്കത്തില്ല. നമ്മൾ ദൈവവചനം പ്രസംഗിക്കുന്നിടത്ത് അതിൻ്റെ റിസൾട്ട് ആ ആൾക്ക് ചിലപ്പം കാണാനേ കഴിയത്തില്ല. പക്ഷെ ദൈവവചനം യഥാർത്ഥത്തിലുള്ള ദൈവവചനം ആയതുകൊണ്ട് അതിൻ്റെ ഫ്രൂട്ട് ഓട്ടോമാറ്റിക്കലി അത് ഫ്രൂട്ട് പുറപ്പെടുവിക്കും, നല്ല ഹൃദയത്തിലാണെങ്കിൽ. ആ ഒരു അർത്ഥത്തിലാണത് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ഈ ഇതിനകത്ത് പറയുന്നത് നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല എന്നൊക്കെ വളരുന്നവനാക്കുന്നവൻ. അത് കൊരിന്ത്യർ ലേഖനത്തില് പൗലോസ് വേറൊരു ഉദ്ദേശത്തിലാണ് പറയുന്നത്, പക്ഷെ ഏകദേശം അങ്ങനെ തന്നെ മനസ്സിലാകുന്നു. ആ ദൈവവചനത്തിന്റെ ശക്തി
ഉണ്ടെന്നുള്ളത് ആ, കാണിക്കാനല്ലേ, ആ, അല്ലാതെ അതെ അതെ ഓരോസ് വിധിച്ചതിന്റെ ഗുണമായിട്ടൊന്നും അല്ലല്ലോ പറയുന്നത് അവിടെ അല്ലേ. അതെ അതെ ഈ ദൈവവചനത്തിന്റെ ശക്തിയാണ് ആ, കാണിക്കുന്നത്. ഉം, ഉം. അതിന് ഫലം നമ്മള് അത് ദൈവമാണ് വിതയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതെ ദൈവമക്കളെ സംബന്ധിച്ച്. ലക്ഷ്യം ബാക്കി ഫലം ദൈവമാണ് ചെയ്യുന്നതെന്നുള്ളതാണ് അല്ലേ. അതെ ബലം ദൈവമാണ് ദൈവരാജ്യത്തെ കൊടുക്കുന്നത്. വേറെ ക്വസ്റ്റ്യൻസ്? സബർ ഒന്നും ചോദിക്കുവാണോ? കേൾക്കുന്നില്ല. ഈ വെളിപാട് പുസ്തകം 18-2 ബ്ര- ഞാൻ നേരത്തെ പറഞ്ഞത്. 18-2 and cried out with a mighty voice, saying, Fallen, fallen, the Babylon the Great. She has become a dwelling place of demons and prison of every unclean spirit, and a prisoner of every unclean and hateful bird. ഇത് മഹദിയാം ബാബിലോൺ വീണുപോയി എന്ന് പറയുമ്പം അവിടെയുള്ള എക്സ്പ്ലനേഷനിലാണ് പറയുന്നത്. അങ്ങനെ മലയാളത്തിൽ അതിൻ്റെ രണ്ടാമത്തെ വാക്യം 18-2. അവർ അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞത്, വീണുപോയി, മഹദിയാം ബാബിലോൺ വീണുപോയി, വീണുപോയി. അവൾ ദുഷ്ടന്മാരുടെ ഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെയും വാസസ്ഥലവും അശുദ്ധിയും അറപ്പും ഉണ്ടാക്കുന്ന സകല പക്ഷികളുടെയും താവളമായി തീർന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ എല്ലാം എന്താണ് പറഞ്ഞിരിക്കുന്നത്, ബാബിലോൺ എന്നുള്ള സിസ്റ്റം. അത് ശരിക്കും ഒരു എന്താ പറഞ്ഞിരിക്കുന്നത്, ലോകത്തിനെ ജസ്റ്റ് വെറുതെ പറയുന്നതല്ല, ഒരു റിലീജിയസ് സിസ്റ്റമാണത്. ആ ഒരു അർത്ഥത്തിലാണ് മത്തായിലും കർത്താവ് പറയുന്നതാണ് വായിച്ചാൽ മനസ്സിലാവുന്നത്. ആ സിസ്റ്റം കറക്റ്റഡ് ആകുമ്പോൾ ആ കറപ്റ്റഡ് സിസ്റ്റത്തിലേക്ക് എല്ലാ അശുദ്ധിയും വന്നു ചേരുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ഉം. ഇന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അതായത് ഈ റോങ് ദൈവരാജ്യം സിസ്റ്റമാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം. ഇപ്പോൾ ഒരു ലോകത്തിൽ ദൈവനാമം ദുഷിക്കുന്നത് ഇല്ലെങ്കിൽ ദൈവനാമം ശരിക്കും ദുഷിക്കുന്നത് ലോകത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളല്ല, അവിശ്വാസികളല്ല. ദൈവമക്കളെന്ന് പറയുന്ന ആൾക്കാർ, ദൈവസഭകളെന്ന് പറയുന്ന സിസ്റ്റംസ് പലതും ബാബിലോണിയൻ സിസ്റ്റംസാണ്, കറപ്റ്റഡ് ആണ്. അതിലെല്ലാ ദുഷ്ടതയും, ലോകത്തിലുള്ള ദുഷ്ടതകളെക്കാൾ കൂടുതൽ ദുഷ്ടതകൾ ദൈവസഭകളെന്ന് അവകാശപ്പെടുന്ന കറപ്റ്റഡ് ബാബിലോണിയൻ സിസ്റ്റത്തിലുണ്ട്. അത് ശരിക്കും നന്നായിട്ട് ചിലപ്പോൾ തുടങ്ങിയതായിരിക്കാം, പിന്നീട് കറപ്റ്റഡായി ഒരു റോങ് സിസ്റ്റത്തിലേക്ക് പോയി എല്ലാ അശുദ്ധിയും എല്ലാ തിന്മകളും പ്രൊഡ്യൂസ് ചെയ്യുന്ന, എല്ലാത്തിനെയും വഹിക്കുന്ന, ലോകത്തിലുള്ള ഏത് ഒരു രാഷ്ട്രീയ പാർട്ടിയെക്കാളും കറപ്റ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസാണ് പലപ്പോഴും പല റിലീജിയസ് ക്രിസ്ത്യൻ എന്ന പേരുള്ള സിസ്റ്റംസ്. എന്നിട്ട് ആ ഒരു രീതിയിൽ ഒരു നന്നായിട്ട് തുടങ്ങുന്ന ഒരു സിസ്റ്റത്തിനായിത്തീരാൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഉം. ദൈവരാജ്യം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനകത്ത് കൂടെ തന്നെ ഈ ഒരു സിസ്റ്റവും വളരുന്നതാണ് അല്ലെ, ലോകത്തിലെ സിസ്റ്റവും അതിനോടൊപ്പം തന്നെ വളരുന്നതാണോ ദൈവരാജ്യത്തില്? ദൈവരാജ്യത്തിൽ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ദൈവരാജ്യം എന്നുള്ളത് വാക്ക് കർത്താവിൻ്റെ, പക്ഷെ ലോകത്തിൽ കിങ്ഡം ഓഫ് ഗോഡ് എന്നുള്ള രീതിയിൽ തുടങ്ങുന്ന പലതും ആ രീതിയിൽ ആയിത്തീരാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒരു, അത് അതിൻ്റെ കറക്റ്റായിട്ട് അതിനെ പ്രിസർവ് അല്ല, ചെയ്തില്ലെങ്കിൽ. വേറെ ഉപമയ്ക്കകത്ത് കളയും ഇത് ഒരുമിച്ച് വളരട്ടെ എന്ന് പറയുന്നില്ല. അപ്പൊ ഒരുമിച്ച് ഒരു സഭയിൽ വളരുന്ന അല്ലല്ല, ദൈവരാജ്യത്ത് വളരുന്ന ഇല്ല ഇല്ല, കളയും വിത്തും ഒരുമിച്ച് ദൈവസഭ വളരുമെന്ന് ബൈബിൾ വാക്യമില്ല. അതൊരു കോമൺ റോങ് ഇന്റർപ്രിട്ടേഷനാണ്. കളയും ഉം. വിത്തും ലോകത്തിലെ ഒരുമിച്ച് വളരത്തുള്ളൂ. ദൈവസഭയിൽ രണ്ടും കൂടി ഒരുമിച്ച് വളരുന്നു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നേ ഇല്ല. ലോകമാണല്ലോ വയല്. ലോകമാണ് വയൽ. ദൈവസഭയിൽ കളയും വിത്തും കൂടെ ഒരുമിച്ച് വളരുന്നു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. അത് ചുമ്മാതെ ഇപ്പോൾ പലരും അങ്ങനെയാണ്, 90% ആൾക്കാരും പറയുന്നത് കൊയ്ത്തോളം വളരട്ടെ, ദൈവസഭയിൽ കളയും ഉണ്ടാവും, നല്ല വിത്തും ഉണ്ടാവും, രണ്ടും കൂടി ഒരുമിച്ച് വളരട്ടെ എന്നാണ് പറയുന്നത്. രണ്ടും കൂടി ഒരുമിച്ച് ദൈവസഭ വളരുന്നു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നതില്ല. ലോകത്തിൽ ഇത് രണ്ടും ഒരുമിച്ച് വളരുമെന്നാണ് പഠിപ്പിക്കുന്നത്. ദൈവസഭയിൽ ഉം, ഉം. കളയും വിത്തോട് ഒരുമിച്ച് വളരത്തില്ല.
സാബ്രറെ ചോദിക്കുമായിരുന്നല്ലോ, ചോദിച്ചു സാറേ. സാബ്രറെ സാറേ എന്താ ഒരു ചോദിച്ചത്? മിനിറ്റ് വേറെ ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എന്തി സ്പീക്കർ എന്തി ആ സ്പീക്കർ എവിടെ? സാറേ അല്ല ബ്രദർ, ഞാൻ ജോയിൻ ചെയ്തേ ഉള്ളൂ, അപ്പം അതുകൊണ്ടാണ് അന്നേരം അങ്ങനെ വന്നേ. ചോദ്യം ആ ഉണ്ട്. ശരി. ബ്രദർ ആ കേൾക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കുന്നുണ്ട്. കേൾക്കാം ബ്രദർ. ഓക്കെ. എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, ഒന്ന് ഒന്ന് മാറ്റിക്കോട്ടെ. ഓക്കെ. ജിനു ബ്രദറെ, ആ ഈ 2-3 ആഴ്ചയായിട്ട് ഫെബ്രുവരി ബ്രദർ നമ്മുടെ ചർച്ചിൽ എടുത്തത് സ്വർഗരാജ്യത്തിനെ കുറിച്ച് തന്നെയായിരുന്നു. ഓക്കെ. അതിൻ്റെ ഒരു കാര്യം ബ്രദർ എൻ്റെ കൂടെ വരണം. ഞാൻ അത് ചോദിക്കുമ്പോഴേ ചിലപ്പം എൻ്റെ ഈ ചോദ്യങ്ങൾ ചിലപ്പം ബ്രദറിന് മനസ്സിലാവത്തില്ല എപ്പോഴും. ചില ചോദ്യങ്ങൾ ഓക്കെ ഓക്കെ ഞാൻ ആയോണ്ട് ഓക്കെ, അതിൻ്റെ ചോദിച്ചു. കുറവുകൾ എനിക്കുണ്ടായിരുന്നു. കുഴപ്പമില്ല. ഓക്കെ ചോദിച്ചു മനസ്സിലാക്കാൻ ട്രൈ ചെയ്യാം. എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ ഓക്കെ ക്ലിയറിറ്റി വേണമെങ്കിൽ ഞാൻ ചോദിക്കാം. ഓക്കെ ഓക്കെ ആ ഓക്കെ. ഈ മത്തായി 13 ആ 13 അധ്യായത്തില് 44 കഴിഞ്ഞ ആഴ്ചയിൽ ഈ നിധിയുടെ ഉപമ ഫെബ്രുവരി പറഞ്ഞായിരുന്നു. മത്തായി 13 അല്ലേ? ആ 13ന്റെ മത്തായി 44. 44 ഓക്കെ. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സാദൃശ്യം. ഓക്കെ. അത് ഒരു മനുഷ്യൻ കണ്ടു മറച്ചു വെച്ചു. യാ. മറച്ചിട്ടതിനെ അതിനെ മറച്ചു വെച്ചു എന്നാണ് ഞാൻ അല്ലേ, മറച്ചു വെച്ചു ആ അല്ലേ. ആ മറച്ചിട്ടു എന്ന് പറയുമ്പോൾ അത് മറച്ചു വെച്ചു എന്നല്ലേ വരുന്നേ അതെ അതെ. ബ്രദറിന്റെ. യാ. ഞാൻ പറഞ്ഞ ബ്രദറിന്റെ കൂടെ ഒന്ന് പറഞ്ഞു. ആ അതെ അതെ. തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റു ആ വയൽ വാങ്ങി. ആ തന്റെ സന്തോഷത്താൽ ചെന്ന് ആ ഓക്കെ, തന്റെ സന്തോഷത്താൽ തനിക്കുള്ളതെ വിറ്റ് അയൽ അദ്ദേഹമായി. ലോകപരമായിട്ട് നമുക്ക് നോക്കിയാൽ ഈ സ്വർഗരാജ്യം നമുക്ക് വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റുമോ ഇല്ലയോ? ഇല്ല, വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല. നമുക്ക് ലോകപരമായിട്ട് നമ്മുടെ കയ്യിൽ സ്വത്തുക്കളോ ഇല്ലെങ്കിൽ എന്തൊക്കെ കോടിക്കണക്കിന് രൂപയുണ്ടെങ്കിൽ പോലും നമുക്കിത് വാങ്ങിക്കാൻ പറ്റത്തില്ല. പറ്റുമോ? ഇല്ല ഇല്ല. ഇല്ല. പിന്നെ പുള്ളി ഈ സന്തോഷത്തെ നയിക്കുള്ളതെയും വിറ്റു ആ വയൽ വാങ്ങി എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു ആഗ്രഹമുണ്ട്. ഈ വയൽ വാങ്ങാനുള്ള ആഗ്രഹം എനിക്കുണ്ട്. ഓക്കെ, ഞാനും ദൈവത്തെ പിൻപറ്റി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും എനിക്ക് ഈ നിധി മേടിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളിലും വ്യാകുലപ്പെട്ട് നടക്കുമ്പോൾ എനിക്ക് ഈ നിധി മേടിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ കർത്താവിനെ പിൻപറ്റുന്നു എന്ന് പറയുമെങ്കിൽ പോലും യഥാർത്ഥമായി ഈ നിധി എന്ന് പറയുന്നത് സ്വർഗരാജ്യമാണല്ലോ. യഥാർത്ഥമായി എനിക്ക് സ്വർഗരാജ്യത്തിൽ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ പലവിധമായ വിഷയങ്ങൾ ദൈനംദിന ജീവിതത്തിൽ കടന്നു വരുമ്പോഴും നമ്മൾ ഈ നിധിയുടെ ഈ സ്വർഗരാജ്യത്തിൽ എത്തിപ്പെടാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. തടസ്സങ്ങളാ, മനസ്സിലായോ? ഈ നിധി എനിക്ക് മേടിക്കാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് മനസ്സിൽ, എനിക്ക് ഈ നിധി വേണം എന്നുള്ളത്. എന്നാ ചോദിക്കും, നമ്മുടെ ലോകാവസാനം വരെയും കർത്താവ് നമ്മളെ താങ്ങിക്കൊള്ളും, അതിനുവേണ്ടി ഒരു സമർപ്പണം നമ്മൾ സമർപ്പിക്കണമെന്ന് നമ്മൾ പറയും. പക്ഷെ യഥാർത്ഥമായി എത്രത്തോളം നമ്മൾ കർത്താവിന്റെ അടുത്ത് ചെല്ലുമ്പോഴും ആ സമർപ്പണം എന്നിൽ ഉണ്ടാവുന്നില്ല എങ്കിൽ കർത്താവിന്റെ അന്ത്യനാളിൽ ഞാൻ തള്ളപ്പെടാൻ ചാൻസ് ഉണ്ടോ? ഓക്കെ, എൻ്റെ ചോദ്യം എനിക്ക് മനസ്സിലായി എന്നുള്ള ഇതിൽ ഞാൻ ആൻസർ പറയാം. ഞാൻ ഇതില് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ദൈവരാജ്യം ഇല്ലെങ്കിൽ രക്ഷ, ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനമൊന്നും നമുക്ക് ബ്രദർ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. അത് സൗജന്യമാണ്, വിശ്വാസത്താലാണ് നമുക്ക് എൻ്റർ ചെയ്യപ്പെടുന്നത്. അന്നേരം കുറച്ചുകൂടെ ഒന്ന് വിശദീകരിച്ച് പറയാം. നമ്മൾ ഈ ഉപമകളിൽ നിന്ന് നമ്മൾ ഒരു ഡയറക്റ്റ് ഡോക്ടറിനല്ല ഉണ്ടാക്കുന്നത്. ശരിക്കും ഡോക്ടറിന് ഉപമകളിൽ നിന്ന് നേരിട്ട് എടുക്കാൻ പാടില്ല. കാരണം ഒന്നാമത്തെ കാര്യം, ഈ ഉപമയും കർത്താവ് വിശദീകരിച്ചിട്ടില്ല. കർത്താവ് വിശദീകരിക്കാത്ത ഉപമകളാണ് ഇതെല്ലാം.
അന്നേരം ഇതിൽ നിന്ന് നമ്മൾ നേരിട്ടൊരു ഉപദേശം ഉണ്ടാക്കാൻ പാടില്ല. ഉപദേശം ശരിക്കും നമുക്ക് ഉപദേശമായിട്ട് തന്നെ എഴുതിയിരിക്കുന്ന, കർത്താവ് ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചിരിക്കുന്നത് പുതിയ നിയമത്തിലെ ലേഖനങ്ങളിൽ നിന്നൊക്കെയാണ് ഉപദേശം എടുക്കേണ്ടത്. അന്നേരം ഉപദേശപ്രകാരം ദൈവവചനത്തിലെ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ദൈവരാജ്യത്തിലേക്കുള്ള എൻട്രൻസ്, ഇല്ലെങ്കിൽ കിങ്ഡം ഓഫ് ഗോഡിലോട്ടുള്ള കയറ്റം, രക്ഷ, ഇതൊന്നും നമ്മളെന്തെങ്കിലും വിറ്റ് നമ്മൾ നേടുന്നൊരു കാര്യമല്ല. നമ്മളുടെ സമർപ്പണത്തിൻ്റെ കൂടുതൽ കൊണ്ടല്ല നമ്മൾ ദൈവരാജ്യത്തിലോട്ട് കയറുന്നത്. നമ്മുടെ സമർപ്പണത്തിൻ്റെ ലെവൽ നോക്കിയിട്ട് ദൈവം എൻട്രൻസിലേക്ക് കയറ്റുകയല്ല. അങ്ങനെ ബൈബിൾ പഠിപ്പിക്കുന്നതേ ഇല്ല. ബൈബിൾ പഠിപ്പിക്കുന്നത് വളരെ ക്ലിയറാണ്. രക്ഷ വിശ്വാസത്താലാണ്. ദൈവരാജ്യത്തിലേക്കുള്ള എൻട്രൻസ് ബൈ ഫെയ്ത്ത് ആണ് ഒരാളതിലേക്ക് കയറുന്നത്. റോമാലേഖനം 5-ാമത്തെ അധ്യായത്തിൽ പൗലോസ് വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട്, എന്താണ്, കൃപയാൽ വിശ്വാസത്താൽ നമുക്ക് ഇവരിലേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ആ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം പറഞ്ഞിരിക്കുന്നത് അതാണ്. അത് ബേസിക്കലി മനസ്സിലാക്കി. അന്നേരം ബ്രദർ മനസ്സിലാക്കേണ്ട, ബ്രദർ എന്നല്ല, ആരാണെങ്കിലും നമ്മളുടെ ജീവിതത്തിൻ്റെ നമ്മളെല്ലാം വിറ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, സർവ പരിത്യാഗിയായിട്ട് ജീവിക്കുകയോ ഇല്ലെങ്കിൽ പരിപൂർണമായിട്ടുള്ള സമർപ്പണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ കയറപ്പെടുന്നതും തള്ളപ്പെടുന്നതും. രണ്ടും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ഇതൊന്ന് ഫൗണ്ടേഷനായിട്ട് മനസ്സിലാക്കണം. എൻട്രൻസും വിശ്വാസത്താലാണ്. അഥവാ നമ്മൾ റിജക്റ്റഡ് ആവുകയാണെങ്കിൽ വിശ്വസിക്കാത്തത് കൊണ്ടോ ഇല്ലെങ്കിൽ വിശ്വസിച്ചതിന് ശേഷം നമ്മൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് പിന്മാറ്റത്തിൽ പോകുന്നതുകൊണ്ടാണ് നമ്മൾ തള്ളപ്പെടുന്നത്. അന്നേരം ബ്രദറിൻ്റെ ആദ്യത്തെ ചോദ്യം, തള്ളപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തള്ളപ്പെടുകയില്ല. ഒരു വ്യക്തിയെ, വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം തള്ളിക്കളയുകയില്ല. ഓക്കെ. 2, ഇനിയും അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവരാജ്യത്തിന് വേറൊരു അർത്ഥമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോമാലേഖനം 15-ാമത്തെ അധ്യായത്തിലാണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. ഈ ദൈവരാജ്യത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഈ ഭൂമി വെച്ച് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയുന്നതും ഇനിയും നിത്യതയിൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളും ബൈബിൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളും, അത് ഒന്ന് നിത്യതയിൽ ലഭിക്കുന്നത്, ഒന്ന് ഇവിടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നു. അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ അനുദിന ജീവിതത്തിലെ, ബ്രദർ നേരത്തെ ചോദിച്ചതുപോലുള്ള സമർപ്പണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അവിടെയാണ് ഈ കാര്യങ്ങൾ വരുന്നത്. അന്നേരം നമുക്ക് ദൈവരാജ്യത്തിൻ്റെ ആ ഒരു യഥാർത്ഥ എക്സ്പീരിയൻസ് നമുക്ക് ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഈ ഭൂമിയിൽ വെച്ച് കഴിയത്തില്ല. കർത്താവ് മുകളിലത്തെ ഉപമയെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ 2 കൂട്ടരെന്ന് പറഞ്ഞാൽ ഒരാൾ വിശ്വസിക്കാത്ത ഒരാൾ പിന്മാറ്റക്കാരനുമാണ്. അത് രണ്ടും അവിശ്വാസികളുടെ കൂട്ടത്തിൽ നമുക്ക് കൂട്ടാം. ഇല്ലെങ്കിൽ ഒരാൾ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടില്ല, മറ്റേ ആൾ വിശ്വസിച്ചതിന് ശേഷം പിന്മാറിപ്പോയി. 3-ാമത്തെ ആളെ പറ്റി പറയുമ്പോൾ എന്താണ് അവിടെയും പറഞ്ഞിരിക്കുന്നത്, ഈ 3 കാര്യങ്ങൾ വന്ന് ആ വ്യക്തിയെ ഞെരുക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് വറീസ്, പ്ലഷേഴ്സ്, പിന്നെന്താണ് ഈ ലോകത്തിൻ്റെ ചിന്തകളും ധനത്തിൻ്റെ വഞ്ചനയും സംസാരഭോഗങ്ങളും. അന്നേരം വറീസും പ്ലഷേഴ്സ്, ഈ ഭൂമിയിലെ കാര്യങ്ങൾ വന്നിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഈ ദൈവരാജ്യത്തിൻ്റെ ഒരു വളർച്ചയെ ഞെരുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ദൈവരാജ്യം ശരിക്കും എൻജോയ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷവും ദൈവത്തിൻ്റെ നീതിയുടെ ആ കാര്യങ്ങളും എല്ലാം ഈ ഭൂമിയിൽ വെച്ച് എക്സ്പീരിയൻസ് ചെയ്യാതിരിക്കാനായിട്ട് കഴിയും. അതൊരു പോസിബിലിറ്റിയാണ്. സ്വർഗത്തിൽ പോകുമെന്ന് ചോദിച്ചാൽ സ്വർഗത്തിൽ പോകും. സ്വർഗത്തിൽ പോകാതിരിക്കത്തൊന്നുമില്ല. ദൈവം നമ്മളെ തള്ളിക്കളയുകയോ ചെയ്യുന്നുമില്ല, ഇരിക്കത്തില്ല. പക്ഷേ നമുക്ക് ഈ ഭൂമിയിൽ ഒരു പൂർണ്ണമായിട്ടും ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ദൈവരാജ്യം എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയാതിരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആ ഒരർത്ഥത്തിൽ ഈ ഉപമ നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. ആ നിധിയുടെ റിയൽ എക്സ്പീരിയൻസ് ഒരു വ്യക്തിക്ക് നഷ്ടപ്പെടാം. ഈ ഭൂമിയിൽ വെച്ചിട്ട് ആ വ്യക്തി ദൈവത്തിന് വേണ്ടിയിട്ട് ദൈവം ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങൾ വിട്ടുകളയാനായിട്ടും വിറ്റുകളയാനായിട്ടും തയ്യാറാവുന്നില്ലെങ്കിൽ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ ബ്രദറിന്? ക്ലിയർ ആയോ? മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. ക്ലിയർ ആയി ബ്രദറെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷ ദൈവം തള്ളിക്കളയത്തൊന്നുമില്ല. നമ്മൾ ഇപ്പം ബ്രദർ ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്രദറിൻ്റെ ലൈഫിൽ ഈ സമർപ്പണത്തിൻ്റെ ഒക്കെ ലിസ്റ്റ് എടുത്തിട്ടാണ് ദൈവം എൻ്റർ ചെയ്യുന്നത് പറഞ്ഞാൽ അങ്ങനെയല്ല. ദൈവം തള്ളിക്കളയത്തുമില്ല, ദൈവം റിസീവ് ചെയ്യാതിരിക്കുന്നു. യഥാർത്ഥമായ ഒരു സമർപ്പണം, യഥാർത്ഥമായി നമ്മൾ ദൈവത്തെ പിൻപറ്റുവാണെങ്കിൽ യഥാർത്ഥമായ ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനം ഇല്ല എങ്കിൽ നമ്മൾ തള്ളിപ്പോവാൻ ചാൻസ് ഉണ്ടോ? ഇല്ല, തള്ളിപ്പോവാനായിട്ട് ചാൻസ് ഇല്ല. അത് ഞാൻ പല പ്രാവശ്യവും അതിനെ പറയാനായിട്ട് ശ്രമിച്ചു. ഇനി വേറൊരു കാര്യം ഞാൻ പറയും. ഈ പത്രോസ് ഇതിനെപ്പറ്റി പറയുമ്പം പറയുന്നുണ്ട്, ദൈവരാജ്യത്തിലേക്ക് നമുക്ക് ധാരാളമായി പ്രവേശനം ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. വാക്യം വേണമെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ എടുക്കാം. എനിക്കൊന്ന് 1 Peter ആണെന്ന് തോന്നുന്നു. ഈ കിങ്ഡം ഓഫ് ഗോഡിനെ പറ്റി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ധാരാളമായിട്ട് പ്രവേശനം സ്ഥാപിക്കുമെന്ന് പറയുന്നുണ്ട്. അന്നേരം അതിൽ ഈ ധാരാളമായിട്ടുള്ളൊരു പ്രവേശനം എന്തിനാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു
ദൈവരാജ്യത്തിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് കഴിയും, അത് വിശ്വാസത്താലാണ്. പക്ഷേ ദൈവരാജ്യത്തിൻ്റെ ഫുൾ എക്സ്പീരിയൻസ് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ആ ഒരു ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഈ തള്ളിക്കളയപ്പെടുമോ, കയറാൻ പറ്റുമോ എന്നുള്ളൊരു പേടി രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല. രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് അയാളുടെ ഹൃദയത്തിലുള്ള ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം മാക്സിമം എനിക്ക് ദൈവത്തെ പൂർണ്ണമായിട്ടും പ്രസാദിപ്പിച്ച് കർത്താവിൻ്റെ ആ കിങ്ഡത്തിൽ, ആ കിങ്ഡം എക്സ്പീരിയൻസ് ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഒരാൾ ചിന്തിക്കേണ്ടത്. എന്നാൽ മദറിൻ്റെ ചോദ്യത്തിൽ അർത്ഥത്തിൽ തള്ളിക്കളയത്തില്ല ദൈവം, തള്ളിക്കളയത്തുമില്ല, പ്രവേശനം തരാതെ ഇരിക്കത്തില്ല. ബൈബിളിൻ്റെ ടീച്ചിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ അത് ക്ലിയറാണ്. പക്ഷേ നമുക്ക് ഈ ഭൂമിയെ വെച്ചിട്ട് ചിലപ്പം ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു സ്പിരിച്വൽ ലൈഫ് സാധ്യമാകാതെ വരാം. ഓക്കെ ബ്രദർ, ഓക്കെ. ഇത് ഈ ഒരു ഉമ്മയില് ജിൻസോര നോക്കുമ്പോൾ ഉം. അത് കണ്ട ആ മനുഷ്യന്റെ റെസ്പോൺസിനെയാണ് അവിടെ സ്ട്രെസ് ചെയ്ത് പറയുന്നത് അല്ലേ? അതെ അതെ, ആ കണ്ട് സന്തോഷത്താൽ മറച്ചിട്ട് എനിക്കുള്ളത്. എന്റെ സന്തോഷത്താൽ. ഉം. അപ്പൊ ഇത് മൂന്നാല് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, മറച്ചിട്ടു ഉം. എന്ന് വെച്ചാൽ ആളെ അതിനെ അത്ര സൂക്ഷ്മതയോടെ ഹാൻഡിൽ ചെയ്തു. ഉം. അതെ. അപ്പം രണ്ട്, അയാളുടെ സന്തോഷം, ഉം. പിന്നെ ആ സന്തോഷം, പിന്നെ അതിന്റെ വാല്യൂ അയാൾ കണ്ടത് ഉം. അയാൾക്കുള്ള എല്ലാത്തിനേക്കാളിലും വലിയ വാല്യൂബിൾ ആയിട്ട് കണ്ടു. ഉം. അപ്പം ഇത് എൻട്രി എക്സിറ്റ് എന്നുള്ള ഒരു തലത്തിലല്ല കാണേണ്ടത് അല്ലേ? ബേസിക്കലി ഇത് കാണേണ്ടത് അതിന്റെ വാല്യൂ, ആ അതെ അത്ര വാല്യൂബിൾ ആയിട്ടുള്ള ഒരു അല്ലേ? അതെ, അതാ ഞാൻ പറഞ്ഞത്, ഈ ഉപമകളൊന്നും ഒരു ഡോക്ടറിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. അതെ. കാരണം ഡോക്ടറിന് ഓൾറെഡി ഡോക്ടറിനായിട്ട് തന്നെ എഴുതി തന്നിട്ടുണ്ട്. അപ്പോസ്റ്റലന്മാരും യേശുക്രിസ്തുവിൻ്റെയും ടീച്ചിങ് സെഷൻ ഉണ്ട്, ക്ലിയർ ടീച്ചിങ്. അതെ. അപ്പോസ്റ്റലന്മാർ തന്നെ പറയുന്നുള്ളൂ, ഇപ്പൊ നീ തെളിവായിട്ട് സംസാരിക്കുന്നു, ഉപമകൾ കൂടാതെ സംസാരിക്കുന്നു. ഉപമകൾ കർത്താവ് പറയുന്നത് എപ്പോഴും രണ്ട് ഉദ്ദേശത്തോടു കൂടിയാണ്. ഒന്ന്, ഈ യഥാർത്ഥമായിട്ട് കർത്താവിനെ സ്വീകരിക്കാനായിട്ട് ആൾക്കാർക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ടും, കൂടുതലായിട്ട് കർത്താവിനെ അറിയാനായിട്ട്, അല്ലെങ്കിൽ അറിയേണ്ട ആൾക്കാർ കർത്താവുമായിട്ട് അടുത്ത് വന്നിട്ട് ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അന്നേരം ഉപമകളിൽ കൂടി കർത്താവ് ഒരു പ്ലെയിൻ ടീച്ചിങ് അല്ല പഠിപ്പിക്കുന്നത്. പ്ലെയിൻ ടീച്ചിങ് രക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതെല്ലാം ക്ലിയറായിട്ട് ബാക്കിയുള്ള ലേഖനങ്ങളിലുണ്ട്. അന്നേരം ഒരു ഉപമയിൽ കൂടെ കർത്താവ് എംഫസൈസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളതാണ്. ഇവിടെ ഈ ഉപമകളിലൊക്കെ, ഈ രണ്ട് ഉപമകളിലും, അതും തൊട്ട് താഴെയുള്ള സ്വർഗരാജ്യം, വിലയേറിയ മുത്ത്, നല്ല മുത്ത് അന്വേഷിക്കുന്ന വ്യാപാരിയുടെ സദൃശ്യം എന്ന് പറയുന്നിടത്തെല്ലാം അവിടെ ആള് അതിന്റെ വാല്യൂ കണ്ടെത്തി എന്നുള്ള അർത്ഥത്തിലാണ്. അതിന്റെ വാല്യൂ കാണുന്ന ഒരു വ്യക്തി, അയാള് യഥാർത്ഥത്തിൽ അത് മനസ്സിലായ ഒരു വ്യക്തി, അയാൾക്ക് എന്ത് നഷ്ടപ്പെടുത്താനായിട്ട് തയ്യാറാവും എന്നുള്ളത് കാണിക്കാൻ വേണ്ടി പറയുന്നതാണ്. അല്ലാതെ എൻട്രി എക്സിറ്റും പറയുന്നതല്ല അവിടെ. വേറെ ക്വസ്റ്റ്യൻസ്? 2 പത്രോസ് 1:11 വാക്യം. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. അബണ്ടന്റ്ലി, അതാണ് പറയുന്നത്. വേറെ ക്വസ്റ്റ്യൻസുകളുണ്ടോ? സമയം മുമ്പോട്ട് പോകുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ നമുക്ക് ബ്രദർ, നമ്മൾ ഈ ദൈവരാജ്യത്തിലെ ആ സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ സമയത്ത് തന്നെ നമ്മളിൽ കുറവുകളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോ ആ സന്തോഷത്തിലായിരിക്കുമ്പോൾ ആ സമയത്തും നമ്മളില് കുറവുകൾ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയും ഇല്ലേ? ഈ കുറവുകളില്ലാത്ത ഒരു മനുഷ്യന്, ഒരു കർത്താവ് മാത്രമേ കുറവുകളില്ലാത്ത. അല്ല, നമ്മളിപ്പോ അതെ അതെ. അപ്പൊ നമ്മൾ ഈ സന്തോഷിക്കുന്നത്, നമുക്ക് അത് കഴിഞ്ഞ് ആ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ് പിന്നീടാണ് പല കുറവുകളും നമ്മൾ പിന്നീട് തിരിച്ചറിയുന്ന അവസ്ഥകൾ ഉണ്ടാകും. അപ്പൊ അത് നേരത്തെ ഉണ്ടായിരുന്ന ആ സന്തോഷം അത് ലോകപരമായിട്ടുള്ള ആയിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? എനിക്കത് ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മള് ആ എക്സ്പീരിയൻസ് ചെയ്ത ആ സന്തോഷം അത് ആക്ച്വലി റിയൽ അല്ലായിരുന്നു എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഈ പിന്നെ നമ്മൾക്ക് ബ്രദർ ഉദ്ദേശിക്കുന്ന ഈ കുറവുകളാണോ, അതോ നമുക്കിപ്പം സന്തോഷമായിട്ട് പിന്നീട് ഒരു വിഷമം ഉണ്ടാകുന്നു, ആ കാര്യമാണോ ബ്രദർ ഉദ്ദേശിക്കുന്നത്? ഒരു
അല്ലല്ലല്ല, നമ്മുടെ എക്സ്പീരിയൻസ് ആ ആ ദൈവത്തിന്റെ എക്സ്പീരിയൻസ്, ഓക്കെ ഓക്കെ, മനസ്സിലായി. എക്സ്പീരിയൻസ് ഇപ്പം മാറി മാറി വരാം. ഇപ്പം ഒരു സമയത്ത് നമുക്ക് നല്ല സന്തോഷമായിട്ടിരിക്കാം, പിന്നെ കുറച്ച് വേറൊരു സമയത്ത് ഒരു വിഷമം ഉണ്ടാവാം എന്നുള്ള അർത്ഥത്തിൽ അതാണോ? അന്നേരം നമുക്ക് ആ, ആദ്യത്തെ സന്തോഷം ദൈവരാജ്യത്തിലെ സന്തോഷമാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് അല്ലായിരുന്നു. ആ ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി. അതാണ് ബ്രദറിന്റെ ചോദ്യമെങ്കിൽ സി ഈ എക്സ്പീരിയൻസ് ബ്രദർ പറഞ്ഞതുപോലെ നമ്മൾ ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ഇതിനെ ഒന്നും ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എക്സ്പീരിയൻസ് ചിലപ്പോൾ മാറി വരാം. കാരണം പലർക്കും പല സാഹചര്യമാണ്. ഇപ്പോൾ ഒരാൾക്ക് ഒരു സന്തോഷമുള്ളൊരു സാഹചര്യം ഉണ്ടാകും, വേറൊരാൾക്ക് വിഷമം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ട്. അന്നേരം വിഷമം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരാൾ യഥാർത്ഥ ദൈവരാജ്യത്തിൽ ജീവിക്കുന്ന ഒരാൾക്കാണെങ്കിൽ അയാൾക്ക് ആ വിഷമം ഫീൽ ചെയ്യുകയൊക്കെ ചെയ്യാം. അല്ലാതെ നമ്മുടെ ഈ ഫീലിങ്ങുകളൊന്നും ഇല്ലാത്ത യന്ത്രമനുഷ്യരൊന്നും ആവത്തില്ല. ദൈവരാജ്യത്തിൽ കയറി കഴിഞ്ഞാൽ എപ്പോഴും സന്തോഷിച്ച് എപ്പോഴും എന്താ പറഞ്ഞിരിക്കും, ചിരിച്ചുകൊണ്ടിരിക്കുകയല്ല. സന്തോഷിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആയിരിക്കത്തില്ല. നമുക്ക് വിഷമം ഉണ്ടാകാം, ബുദ്ധം ഉണ്ടാകാം. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ട് പൗലോസ് പറയുന്നുണ്ട്, ഈ കൊരിന്ത്യർ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്, ഈ ദൈവരാജ്യത്തിൻ്റെ ആ എക്സ്പീരിയൻസ്, പുതിയ നിയമ ഇതിൻ്റെ കാര്യം പറഞ്ഞിട്ട് പറയുന്നുണ്ട്, ഈ ഒരു നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രത്തിലാകുന്നു ഉള്ളത്, അതുകൊണ്ട് ഞങ്ങൾ വീണ് പോകുന്നില്ല, നിരാശപ്പെടുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഒരു ദൈവരാജ്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക്, കർത്താവിൻ്റെ ആ ഒരു സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു വ്യക്തി കണ്ടിന്യൂസ് ആയിട്ടൊരു നിരാശയിലോട്ടോ ഡിപ്രഷനിലോട്ടോ എന്താ പറഞ്ഞിരിക്കുന്നത് അങ്ങനത്തെ ഒരു ഫീലിങ്ങിലോട്ട് തുടർച്ചയായിട്ട് പോകത്തില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അയാൾക്ക് ആ ദൈവരാജ്യത്തിൻ്റെ ആ ഒരു സന്തോഷം അയാളെ പെട്ടെന്ന് തന്നെ തിരിച്ചു കൊണ്ടുവരും. കർത്താവിൻ്റെ ആ എക്സ്പീരിയൻസ്, ആ ഒരു റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവും. അന്നേരം ആ ഒരു കാര്യത്തിലേക്ക് അയാൾക്ക് റെസ്റ്റോർഡ് ആവാനായിട്ട് കഴിയും. അതേസമയം നമുക്ക് പല പ്രശ്നങ്ങളിൽ കൂടി പോകുമ്പോൾ നമുക്ക് ചിലപ്പം ഫീലിങ്ങുകളുണ്ടാവും, വിഷമം ഉണ്ടാവും. പക്ഷേ ഒരു വ്യക്തി അതിൽ വീണു പോകത്തില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്നേരം അത് ബ്രദർ ചോദിച്ച പോലെ എപ്പോഴും സന്തോഷിച്ചുകൊണ്ടിരിക്കണമെന്ന് അയാളുടെ ഫീലിംഗ് വിഷമം ഉണ്ടാകത്തില്ല എന്നൊന്നും ബൈബിൾ പഠിപ്പിക്കുന്നില്ല. വിഷമം ഉണ്ടാകുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്, പൗലോസ് തന്നെ പഠിപ്പിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും. പക്ഷേ നിങ്ങൾ അതിൽ വീണു പോകരുത് എന്നുള്ളതാണ് പറയുന്നത്. അന്നേരം അതാണ് എൻ്റെ ആൻസർ. അന്നേരം ആദ്യത്തെ ഫീലിംഗ് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ നോക്കേണ്ടി വരും. നമ്മൾ ഫീലിംഗിൽ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ അല്ലാതെ തന്നെ നമുക്കറിയാമല്ലോ നമ്മൾ ദൈവരാജ്യത്തിലാണോ അല്ലയോ എന്നുള്ളത്. നമ്മൾ ആ നമുക്ക് ഫീലിംഗ് നോക്കാതെ തന്നെ നമുക്കൊരു, ഞാൻ മനസ്സിലാക്കത്തിടത്തോളം ഒരു വ്യക്തിക്ക് അയാൾ അല്ലാതെ തന്നെ അറിയാം അയാൾ ദൈവഹിതത്തിലാണോ ജീവിക്കുന്നത്, ദൈവരാജ്യത്തിനെയാണോ അയാൾ സീക്ക് ചെയ്യുന്നത്, അയാളുടെ പ്രയോറിറ്റി കർത്താവിനെ ഫോളോ ചെയ്യുന്നതാണോ എന്നുള്ളത് അയാളുടെ സന്തോഷവും സങ്കടമോ നോക്കാതെ തന്നെ അയാൾക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. അന്നേരം അയാളുടെ ഫീലിംഗ് നോക്കിയിട്ട് ഞാൻ ദൈവരാജ്യത്തിലാണോ ദൈവരാജ്യത്തിലല്ലേ എന്ന് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. ഫീലിങ്ങുകൾ ശരിക്കും ഒരു എന്താ പറഞ്ഞിരിക്കുന്ന ഒരു ബോണസ് പോലാണ്. ഒരാൾക്ക് അയാൾ ദൈവരാജ്യത്തിലാണോ അയാൾ ദൈവഹിതത്തിലാണോ ജീവിക്കുന്നത് എന്ന് അയാൾക്ക് അറിയാൻ പറ്റും. ഒരാളുടെ ഇത് ചോദിച്ചാൽ അറിയാൻ പറ്റും. ആർ യു ഇൻ ദ വിൽ ഓഫ് ഗോഡ്? നീ ദൈവഹിതത്തിലാണോ ജീവിക്കുന്നത്? ദൈവരാജ്യമാണോ അന്വേഷിക്കുന്നത്? ദൈവത്തെയാണോ യഥാർത്ഥത്തിൽ ഫോളോ ചെയ്യുന്നത്? ദൈവമാണോ? ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവം റൂൾ ചെയ്യുന്ന ഒരവസ്ഥയാണ്. ദൈവമാണോ നിങ്ങളുടെ ഡിസിഷൻസിനെ ഡയറക്റ്റ് ചെയ്യുന്നത്? ദൈവം പറഞ്ഞിട്ടാണോ നീ അത് ചെയ്യുന്നത് എന്നുള്ളത് അയാൾക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. അത് മാത്രമേ നമ്മൾ നോക്കേണ്ട കാര്യമുള്ളൂ. അതിൻ്റെ റിസൾട്ട് സന്തോഷമാണോ സങ്കടമാണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ദൈവരാജ്യത്തിലാണോ എന്ന് റിവേഴ്സായിട്ട് നോക്കേണ്ട കാര്യമില്ല. അയാൾ സ്വയം ചോദിച്ചു നോക്കേണ്ട കർത്താവിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ അയാൾ സ്വയം പരിശോധിച്ച് നോക്കേണ്ടത് ഞാൻ ദൈവത്തിലാണോ ജീവിക്കുന്നത് അന്വേഷിച്ചാൽ മാത്രം മതി. അതിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ. പിന്നെ ബ്രദർ നേരത്തെ പറഞ്ഞു ഈ ദൈവസഭയില് ഉം. ഈ കളകള് വളരാന് ഏഹ്, ഇല്ലെന്ന് പറഞ്ഞു. ഉം. ദൈവസഭ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇപ്പൊ നമ്മുടെ ഇവിടെ ലോക്കൽ ദൈവസഭ എന്ന് പറയുമ്പോൾ നമ്മുടെ ചർച്ച്, നമ്മൾ കൂടുന്ന ചർച്ച് ദൈവസഭ എന്ന് പറയാറുണ്ട് നമുക്ക്. അതെ അതെ. ഏഹ്, ഉം. ആ സഭയില് 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകൾ തന്നെ ഉണ്ടാവില്ലല്ലോ. ദൈവസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കളകളായിട്ടുള്ളവരും ഉണ്ടാകുമല്ലോ, ഇല്ലേ? ഓക്കെ, ചോദ്യം എനിക്ക് മനസ്സിലായി. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കള എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ല. ഈ കള എന്ന് അവിടെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ഉപമയാണല്ലോ അത്. യേശുക്രിസ്തു അവിടെ കള എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതാണ് ചോദ്യം. ബേസിക്കലി നമ്മളൊരു ഇപ്പം ഞാൻ ഒരു കള എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സിലൊരു പിക്ചറുണ്ട്.
യേശുക്രിസ്തു അവിടെ കള എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. അവിടെ കർത്താവ് തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, കള ദുഷ്ടന്റെ പുത്രന്മാർ, അത് വിതച്ചത് പിശാച്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്, ആ കള എന്ന് പറയുന്നത് ലോലെസ്നെസ് പ്രവർത്തിക്കുന്നവരാണ്, അധർമ്മം പ്രവർത്തിക്കുന്നവരാണ്, അധർമ്മം പ്രാക്ടീസ് ചെയ്യുന്നവരാണ്, അതാണ് കള. ഓക്കെ, അന്നേരം കള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ചർച്ചിലുള്ള 100% പെർഫെക്റ്റ് അല്ലാത്ത ആൾക്കാരൊന്നുമല്ല. 100% പെർഫെക്റ്റ് ആയിട്ട് ഒരാൾ പോലും കാണത്തില്ല ചർച്ചിൽ, അത് വേറൊരു വിഷയം. ഇനിയും ഓക്കെ. പെർഫെക്റ്റ് അല്ലാത്ത ആൾക്കാരെല്ലാം കളയാണെന്നുള്ളതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശാജ് വിതച്ച, പിശാജിൻ്റെ ദുഷ്ടനായിട്ടുള്ള, രക്ഷിക്കപ്പെടാത്ത, ഇല്ലെങ്കിൽ ലോലെസ്നെസ് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികൾ. അങ്ങനെയുള്ള വ്യക്തികൾ യഥാർത്ഥ ദൈവസഭയിൽ ഇല്ല എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ദൈവസഭയിലാണ് അതില്ലാത്തത്. ഇപ്പം കുവൈറ്റിലെ ചർച്ചോ, ഇപ്പം ഞാനിവിടെ പോകുന്നൊരു ചർച്ച, ആ ലോക്കൽ ചർച്ച് എന്ന് പറയുന്നതിൽ ആ ബിൽഡിങ്ങിൽ വരുന്ന ആൾക്കാരിൽ ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ കാണും. പക്ഷെ അവരൊന്നും ദൈവസഭയുടെ പാർട്ടല്ല, യഥാർത്ഥ ദൈവസഭയുടെ പാർട്ടല്ല. ദൈവസഭയുടെ പാർട്ടുള്ള ആൾക്കാരെല്ലാം രക്ഷിക്കപ്പെട്ടവരാണ്, ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. എന്നാൽ ആ രക്ഷിക്കപ്പെട്ട ആൾക്കാരും പെർഫെക്റ്റ് ആയവരല്ല. അവരിലും എന്താണ് പറഞ്ഞിരിക്കുന്നത്, ജഡീകന്മാർ കാണും. അത് കൊരിന്ത്യലേഖനത്തിൽ പറയുമ്പം ദൈവസഭയുള്ള ആൾക്കാരത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ജഡീകരാണെന്ന് പറയുന്നുണ്ട്. ആത്മീയരും കാണും, ജഡീകരും കാണും. എന്നാൽ ആ കൂട്ടത്തിൽ യഥാർത്ഥ ദൈവത്തിൻ്റെ സഭയിൽ ഒരിക്കലും ഒരിക്കലും കള എന്ന് കർത്താവ് പറഞ്ഞ കൂട്ടത്തിലുള്ള ആൾക്കാർ കാണത്തില്ല. ആ പറഞ്ഞതിന് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. കള എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ 100% പെർഫെക്റ്റ് ആൾക്കാരെല്ലാം കളകളാണ്, ഇല്ലെങ്കിൽ ജഡീകന്മാരെല്ലാം കളകളാണ്, ഇല്ലെങ്കിൽ ദൈവത്തെ പരിപൂർണമായിട്ട് സേവിക്കാത്തവരെല്ലാം കളകളാണെന്നുള്ള അർത്ഥത്തിലല്ല. അവരെപ്പറ്റി ബൈബിൾ ഉപയോഗിക്കുന്ന പല വാക്കുകളുണ്ട്. ആത്മീയരെന്ന് പറയുന്നുണ്ട്, മെച്യൂർ ആൾക്കാരെന്ന് പറയുന്നുണ്ട്, ജഡീകരെന്ന് പറയുന്നുണ്ട്, ശിശുക്കളെന്ന് പറയുന്നുണ്ട്. ഈ കൂട്ടരെല്ലാം ദൈവസഭയിലുള്ളവർ തന്നെയാണ്. ജഡീകര് ദൈവസഭയിലുള്ളവരാണ്, ആത്മീയ ശിശുക്കൾ ദൈവസഭയിലുള്ളവരാണ്, മെച്യൂർ ആൾക്കാർ ദൈവസഭയിലുള്ളവരാണ്, ആത്മീയരും ദൈവസഭയിലുള്ളവരാണ്. ഇവരെല്ലാം ദൈവസഭയുടെ ഭാഗമാണ്. ഇവരൊന്നും കളകളല്ല. കളകളെന്ന് പറഞ്ഞിരിക്കുന്നത് ദുഷ്ടൻ്റെ പുത്രന്മാരാണ്, ലോലെസ്നെസ് പ്രാക്ടീസ് ചെയ്യുന്നവരാണ്, അവർ ദുഷ്ടൻ വിതച്ചവരാണ്. അത് ലോകത്തിൽ മാത്രമേ അവരുള്ളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലായി. അന്നേരം ഓക്കെ. നമ്മുടെ മനസ്സിൽ കള എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പറഞ്ഞ വാക്കാണ് അവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്. ഓക്കെ. ഓക്കെ ബ്രോ, മനസ്സിലായി. താങ്ക്സ്. എന്നിട്ട് നമ്മൾ പറയും നല്ല വിത്ത്, നല്ല വിത്ത് എന്ന് പറയുമ്പം പെർഫെക്റ്റ് ആൾക്കാരെന്നുള്ള അർത്ഥത്തിലല്ല അവിടെ നല്ല വിത്ത് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. നല്ല വിത്ത് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് കർത്താവ് അവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ദൈവത്തിൽ നിന്ന് ജനിച്ച ആൾക്കാർ. ദൈവത്തിൽ നിന്ന് ജനിച്ച ആൾക്കാരെല്ലാം പെർഫെക്റ്റ് ആവണമെന്നില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ച ആൾക്കാരെല്ലാം ആത്മീയരും ആവണമെന്ന് പോലുമില്ല. അത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. രക്ഷിക്കപ്പെട്ടവരെല്ലാം ആത്മീയരല്ല. അങ്ങനെയാണെങ്കിൽ കൊരിന്ത്യ സഭയിലെ ആൾക്കാരുടെ അടുത്ത് പൗലോസ് പറയത്തില്ല നിങ്ങൾ ജഡീകരാണെന്ന് ക്ലിയർ ആയിട്ട് അവരടുത്ത് പറയുന്നുണ്ട്. അവർ രക്ഷിക്കപ്പെട്ടവരായിരുന്നു. ചില ആൾക്കാർ പല തെറ്റും ചെയ്യുന്ന ആൾക്കാരായിരുന്നു, ജഡീകരായിട്ടുള്ള. പക്ഷെ അവർ രക്ഷിക്കപ്പെട്ടവരാണ്, അവർ ദൈവസഭയുടെ പാർട്ടുമാണ്. അവർ പെർഫെക്റ്റ് ആൾക്കാരല്ല. അതിൽ തന്നെ ആത്മീയമായിട്ട് വളർന്ന ആൾക്കാരുണ്ട്. അവരാണ് ആത്മീയ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നവരും ചെയ്യുന്നവരും. ഇതെല്ലാം ദൈവസഭയുടെ പാർട്ടാണ്. കള എന്ന് പറയുമ്പം ക്ലിയർലി അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന കള ദുഷ്ടൻ്റെ പുത്രന്മാർ, നല്ല വിത്ത് ദൈവത്തിൻ്റെ പുത്രന്മാർ, അത്രയേ ഉള്ളൂ. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഞാൻ ഒന്ന് വിശദീകരിച്ച്, ഈ ഒരു ഉപമ പലപ്പോഴും ആൾക്കാർ തെറ്റിദ്ധരിച്ച് ചിന്തിക്കുന്നവരാണ്. പലരും ചിന്തിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്യം എടുത്തിട്ടാണ് പലരും പറയുന്നത്, ഈവൻ ദൈവസഭയിലെ പോലും തെറ്റുകൾ ആൾക്കാർ കറക്റ്റ് ചെയ്യാത്തത്, ദൈവസഭയിലെ ഡിസിപ്ലിൻ ആൾക്കാർ, ചർച്ചിൻ്റെ റെസ്പോൺസിബിൾ ആൾക്കാർ ചെയ്യാത്തത് അവർ പറയുന്നൊരു ന്യായമാണ്. കർത്താവ് അത് ഡീൽ ചെയ്തോളും, കർത്താവ് തന്നെ പറഞ്ഞിട്ടില്ലേ കൊയ്ത്തോളം വളരട്ടെ എന്ന് പറഞ്ഞിട്ടില്ലേ, അന്നേരം നമ്മൾ കയറി അതിനെ കറക്റ്റ് ചെയ്യാൻ പോകേണ്ട കാര്യമില്ല എന്ന് പലരും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. അത് കർത്താവ് ആ ഉപമയിൽ അങ്ങനെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. അത് കള വളരുന്ന സ്ഥലം ദൈവസഭയല്ല. കളയും നല്ല വിത്തും ലോകത്തിലാണ് വളരുന്നത്. അതിലെ നല്ല വിത്ത് മാത്രമാണ് ദൈവസഭയുടെ പാർട്ട്. നല്ല വിത്തിൽ ചിലപ്പോൾ ആത്മീയരും ജഡീകരും ശിശുക്കളും ആത്മീയമായിട്ട് വളർന്നവരും ഒക്കെ കാണും. അത്രയേ ഉള്ളൂ. ഓക്കെ. ഓക്കെ സാറങ്ങളെ, നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. വേറെ എന്തെങ്കിലും അത്യാവശ്യം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ? ഒരു 1 ക്വസ്റ്റ്യൻ. ഓക്കെ, ദൈവം വെച്ചാൽ നമുക്ക് വീണ്ടും ഇങ്ങനെ വൺസ് ഇൻ എ വൈൽ നമുക്ക് കൂടാം. സാറെ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം അല്ലേ? ഓക്കെ, പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യാം. സമയം കൂടെ പോയല്ലോ. ജോബി സാറെ പ്രാർത്ഥിക്കാവോ?
പിതാവേ, ഞങ്ങൾ വേണ്ടി ദൈവത്തേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് തന്ന നല്ല സമയമായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ വചനമായിട്ട് കർത്താവേ, നിന്റെ സഞ്ചരിപ്പാനായിട്ട് കർത്താവ് ഞങ്ങൾക്ക് തന്ന സമയത്തിനായിട്ട് സ്തോത്രം. കർത്താവ്